ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ് സെഷനിലേക്ക് സ്വാഗതം. വളരെ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു എല്ലാവരും. കാരണം ഞാനൊരു 15 മിനിറ്റ് മുന്നേ ലിങ്ക് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സെഷൻ തന്നെയാണ് ഇന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഇങ്ങനെ ഒരു സെഷൻ കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സെഷനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ബോൺ ഹെൽത്ത് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഇന്നേരെയും ബോണിനെ കുറിച്ച് ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാരുണ്ടല്ലേ. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു സെഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഏകദേശം ഒരു 3-4 മാസമായിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഓണാക്കിക്കോ. ഒരുപാട് ആൾക്കാർ വീഡിയോ ഓണാക്കിയിരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സെഷൻ കേൾക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. ഞാനും അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ തിരൂരിന്റെ മെയിൻ മുത്ത് എന്ന് പറയുന്നത് നമ്മുടെ RK സാർ, എനർജറ്റിക് ആയിട്ടുള്ള, കേരളത്തിലെ ഏറ്റവും പവർഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ കൂടിയാണ് RK സാർ. ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാണ് ഈ ഒരു സ്റ്റേജിലേക്ക്. അധികം സമയം കളയാതെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, വെൽക്കം RK സാർ. ഓക്കെ, താങ്ക് യു ഷാജി സാർ. സൗണ്ട് ഓഡിബിൾ അല്ലേ? എല്ലാം ഓഡിബിൾ, കറക്റ്റ് ആണ്. ഓക്കെ, വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു ഷാജി സാർ. നല്ല രീതിയിൽ വളരെ ഹൈപ്പൊക്കെ തന്നിട്ടാണ് വിളിച്ചത്. കാരണം നിങ്ങൾക്ക് അപ്പം കാണുമ്പോ തോന്നി അത്ര ഒന്നും ഇല്ല എന്നുള്ളത് അല്ലേ. ഓക്കെ, വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവരും ഇന്നത്തെ ഈ ബോൺ ആൻഡ് ജോയിന്റ് ഹെൽത്ത് സെമിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്നെ ഈ സെഷൻ ചെയ്യാൻ പ്രാപ്തമാക്കിയത് എന്റെ കഴിവല്ല. ഇന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന, നമ്മളെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷന്റെയും ഇതുമായി ബന്ധപ്പെട്ട ലീഡേഴ്സിന്റെ ഒക്കെ കഴിവാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കേട്ട കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനും അത് മറ്റൊരാൾക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ചതോടു കൂടിയാണ് നമ്മൾ ഏതൊരു കാര്യം കേട്ട് കഴിഞ്ഞാലല്ല, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടിയാണ് നമ്മൾ അതിൽ എക്സ്പേർട്ടായി മാറുന്ന അറിയില്ല അല്ലെ. ഞാൻ എക്സ്പെർട്ട് അല്ല, ചെറിയ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ എനിക്ക് ഇതുവരെ ഒരുപാട്, നമുക്കറിയാം, വിന്നിംഗ് ടീം വെസ്റ്റീജ് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടിയ ഒരുപാട് സക്സസ്ഫുൾ ആയ ലീഡേഴ്സ്, എക്സ്പീരിയൻസ് ആയ വെൽനെസ്സിൽ ഒരുപാട് എക്സ്പെർട്ടേഴ്സ് ആയ ലീഡേഴ്സിന്റെ ആ ഒരു അസോസിയേഷനാണ് എന്നിൽ ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് അത് ഉപയോഗിച്ച് ഒരുപാട് അറിവുകൾ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിച്ചു. ഒരുപാട് ആളുകളിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാനത് ചെയ്യുന്നത്. അപ്പൊ എന്റെ കഴിവല്ല, എന്റെ പുറകിൽ സപ്പോർട്ട് ചെയ്യുന്ന ആ ഓർഗനൈസേഷന്റെ ആ ലീഡേഴ്സിന്റെ പവറാണ് ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം അവർക്ക് എല്ലാവർക്കും താങ്ക്സ് പറയാണ് എനിക്ക് ഇത്തരത്തിൽ നല്ലൊരു അവസരം ഒരുക്കി തന്നത്. ഓക്കെ, അതോടൊപ്പം ദൈവത്തിന് നന്ദി പറയും. അപ്പോ നമ്മൾക്ക് ഓരോരുത്തർക്കും ചിലപ്പം ഈ ഒരു സെഷൻ ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ മിനിമം ഉണ്ടാവും, ചിലപ്പം കൂടാനും ചാൻസ് ഉണ്ട്. ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് 1-2 ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിക്കുന്നുണ്ടാവും. അപ്പൊ തുടക്കവും ഒടുക്കവും ഇരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാവുന്നുണ്ടാവുള്ളൂ, അതിന്റെ കാതലായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു പേനയും ഡയറിയും നിങ്ങൾ കയ്യിലെടുത്ത് വെച്ചാണ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഞാൻ ഒരുപാട് പ്രോഗ്രാമിന് പോയത് കൊണ്ടല്ല എന്നിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുള്ളത്, അവിടെ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തെടുത്തു അതുകൊണ്ടാണ് എനിക്ക് അതിൽ ഒരുപാട് മാറ്റം ഉണ്ടാകാൻ സാധിച്ചത്. ചിലപ്പം പല സ്ലൈഡുകളും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ടാവും. സ്ക്രീൻഷോട്ട് എടുത്താൽ ഫോണിന്റെ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ, നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവില്ല. അപ്പൊ എഴുതി എടുക്കുമ്പോഴാണ് അത് നമ്മളെ മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഓരോ സമയത്തും നമ്മൾക്ക് ആ വേണ്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ബ്രെയിനിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ അത് എഴുതിയെടുക്കണം. അത്തരത്തിലൊക്കെ ചെയ്തുകൊണ്ടാണ് എല്ലാം മാറ്റം വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലടക്കാം. നമുക്കറിയാം നമ്മുടെ ജോയിന്റിന്റെയും എല്ലിന്റെയും ആരോഗ്യത്തെ കുറിച്ച് നമ്മൾക്കൊന്ന് മനസ്സിലാക്കാന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിന് പ്രാധാന്യം കാണുന്നുണ്ടോ ചോദിച്ചാൽ 100% അതിന് പ്രശ്നം വന്നതിന് ശേഷമാണ് നമ്മൾ അതിന് പ്രാധാന്യം കാണുന്നത്. ശരിയല്ലേ? ഒരു സ്റ്റെപ്പ് ബിഗിൻ വിത്ത് ഹെൽത്തി ബോൺ ആൻഡ് ജോയിന്റ്. ഏതൊരു ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് മുന്നോട്ട്, ഒരു ചുവട് മുന്നോട്ട് വെക്കണമെങ്കിൽ ജോയിന്റിന്റെയും ബോണിന്റെയും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം, കറക്റ്റ് ആവണം. ഇല്ലെങ്കിൽ അത് നടക്കൂല. ആ ഒരു നിസ്സാര സ്റ്റെപ്പ് വെക്കാൻ അത് നമ്മൾ കറക്റ്റ് ചെയ്താൽ 1000 കാതങ്ങൾ താണ്ടാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അതിനെപ്പോഴാണ് അങ്ങനെ ഒരു ജോയിന്റുകൾ അവിടെ ഉണ്ടെന്ന് എപ്പോഴാണ് നമ്മൾ കണക്കാക്കുന്നത്? അതിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലാണ്. ശരിയല്ലേ?
അപ്പൊ നമ്മൾക്ക് ഇന്ന് ഈ ഒരു ജോയിന്റിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മളൊരു ജനിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ജോയിന്റുകളുണ്ട്. 360-ലധികം ജോയിന്റുകളോട് കൂടിയാണ് ജനനം. വളർച്ചയുടെ തമ്മിൽ പല ജോയിന്റുകളും എന്ത് ചെയ്യുന്നുണ്ടാവും, കൂടിച്ചേർന്നിട്ട് അത് ഏകദേശം ഒരു പ്രായപൂർത്തിയാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു 250-300 ചുറ്റുവട്ടത്ത്, ഒരു 260 ടു ആ ലെവലിലാണ് പിന്നെ ജോയിന്റുകൾ നമുക്കുള്ളത്. അപ്പൊ ജോയിന്റുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒന്ന് നമ്മളെ ബോഡിക്ക് ചലനം നൽകുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ ശരീരം നമ്മൾ തിരിയാനും അറിയാനും എല്ലാത്തിനും നമുക്ക് എന്ത് വേണം, ജോയിന്റ് ഓക്കെ ആവണം. ഇതല്ലെങ്കിലോ തിരിയാൻ നമ്മൾ ശ്രമിക്കും, പല പെയിനും കാര്യങ്ങളും കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ശ്രമം ഉപേക്ഷിക്കും. അതുകൊണ്ട് പല ജോലികൾ ചെയ്യാൻ സാധിക്കൂല, പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കൂല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ ജോയിന്റുകൾക്ക്, എല്ലിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം എല്ലുകളാണ് നമ്മളെ ബോഡി എന്ത് ചെയ്യുന്നത്, ശരിയായ രീതിയിൽ ആ താങ്ങി നിർത്തുന്ന സാധനം. നമ്മളൊരു വീടിന് എന്താണ് കൈക്കോലും ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതേപോലെ ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് ഇടുകയാണെങ്കിൽ അതിന് കമ്പിയൊക്കെ വെക്കുന്നില്ലേ ഉള്ളില്, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലും എല്ലുകൾ. ആ എല്ലുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മളെ കാലിന്റെ ഇടുപ്പ് മുതൽ നമ്മളെ ഹിപ്പ് വരെ ഒറ്റ എല്ലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മളെ കൈ, ആ ഷോൾഡർ മുതൽ കൈവിരൽ വരെ ഒറ്റ എല്ലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഒരു പരിപാടിയും നടക്കൂല. അപ്പൊ അതിന് പെർഫെക്റ്റ് ആക്കാനും കൂടിയാണ് അത് ജോയിന്റുകളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ അത്രമാത്രം പ്രാധാന്യം. അപ്പൊ അസ്ഥികളെ തമ്മിൽ ആ ബന്ധിപ്പിക്കാൻ എന്ത് വേണം, ജോയിന്റ് എല്ലാം കറക്റ്റ് ആവണം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഭാരം താങ്ങുന്നതിനും അതേപോലെ എല്ലാം നമ്മളെ ഈ ജോയിന്റുകൾ നമ്മളെ സപ്പോർട്ടീവായിട്ട് നമുക്ക് വേണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓടുമ്പോഴും നടക്കുമ്പോഴും ചാടുമ്പോഴും ഒക്കെ നമ്മളെ ബോഡിയിൽ ആ വെയിറ്റ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ശരിയായ രീതിയിൽ ബോഡിയെ ബാലൻസ് ചെയ്യാൻ ഈ ജോയിന്റുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒക്കെ നമ്മളെ ബോഡി ബാലൻസ് ഒക്കെ നിലനിർത്തുന്നത് ജോയിന്റുകളാണ്. ആ ജോയിന്റുകൾ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുട്ടിന് വേദനയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതായത് സ്ട്രൈറ്റ് ആയി നിൽക്കാൻ പറ്റൂല. ഒരു ഭാഗത്ത് ചെരിഞ്ഞ് ചാഞ്ഞ് നേരത്തെ നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ അതോടുകൂടി പ്രശ്നങ്ങൾ പിന്നെ ഒരുപാട് അവിടെ തുടങ്ങുകയാണ്. നമ്മളെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊക്കെ ഓക്കെ ആവാൻ എന്ത് വേണം, ശരിയായ രീതിയിൽ ഹെൽത്തി ബോൺ ആൻഡ് ജോയിന്റ് നമുക്ക് ഇന്ന് വേണം. ശരിയാ 3 തരത്തിലാണ് നമുക്ക് ജോയിന്റുകൾ ഉള്ളത്. ഒന്ന്, ഏറ്റവും നമ്മൾ വളരെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ജോയിന്റ് ഉണ്ട്. അത് നമ്മളെ ഈ ജോയിന്റ്, നമ്മളെ തലയോട്ടിയുമായി ബന്ധപ്പെട്ട ജോയിന്റുകൾ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കുറച്ചുകൂടി ചലനം കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ നമുക്കറിയാം, ചെറിയ ചലനങ്ങൾ ഉള്ളത്. നമ്മളെ നട്ടലിലെ പല ജോയിന്റുകളും ഫുള്ളായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അത് ചെറിയ രീതിയിലാണ് അവിടെ മൂവ്മെന്റ് ഒക്കെ ഉള്ളത്. ശരിയല്ലേ? പിന്നെ നല്ല ഏറ്റവും കൂടുതൽ എടുക്കുന്ന കുറെ ജോയിന്റുകൾ നമ്മളെ ഹിപ്പ്, ഷോൾഡർ, നമ്മളെ കൈകള്, നമ്മളെ കാല്, ഇങ്ങനെ നമ്മളെ കഴുത്ത്, ഇതെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ 3 ജോയിന്റുകളാണുള്ളത്. അപ്പൊ ഈ ജോയിന്റുകൾ ശരിയായ രീതിയിൽ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഒറ്റ പ്രധാന പോയിന്റുകൾ എന്താന്നുള്ളതാണ്. ഒന്ന്, നമുക്കറിയാം തോളിന്റെ ജോയിന്റുകൾ. നമുക്ക് ശരിക്കും നമ്മൾ അത് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള കുറച്ച് ജോയിന്റുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. നമ്മളെ താടിയുടെ ആ ജോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ചവയ്ക്കാനും സംസാരിക്കാനും ഒക്കെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയല്ലേ? അത് കറക്റ്റ് അല്ലെങ്കിലോ പ്രശ്നമാണ്. നമ്മളെ പെടലി തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അല്ലെ? അത് ആ ജോയിന്റിന് പ്രശ്നം വന്നാല്, ഷോൾഡറിന് പ്രശ്നം വന്നാൽ കൈകൾ ഉയർത്താനും പൊക്കാനും തിരികാനും അറിയാനും സാധനം എടുത്ത് പൊക്കാനും ഭാരം പൊക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കും. അത് കൈമുട്ടിനാണെങ്കിലും ആ നമ്മളെ റിസ്റ്റിനാണെങ്കിലും ആ ജോയിന്റുകൾക്കൊക്കെ പ്രശ്നം വന്നാൽ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം മുട്ടിന് പ്രശ്നം വന്നാൽ, ഓരോ ജോയിന്റിന് പ്രശ്നം വന്നാലും നമ്മളെ മൂവ്മെന്റും നമ്മളെ ദൈനംദിന ജീവിതത്തെ വളരെ ദുസ്സഹമായിട്ട് ബാധിക്കുന്നുണ്ടാവും. ഇനി ഇതിനൊക്കെ പ്രശ്നം വന്നാലോ, നമുക്കവിടെ നിന്ന് ഒരുപാട് ചികിത്സകളും നിലവിലുണ്ട്, പല തരത്തിലുള്ള. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഓരോ അസുഖത്തിനും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഓരോ അസുഖത്തിനും ഇന്ന് ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മൾ എല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഒരു ഓർത്തോന്റെ അടുത്ത് പോകുന്നുണ്ടാവും. അദ്ദേഹം ആ മേഖലയിൽ PhD ഡിഗ്രിയും പല കാര്യം ഇത് എടുത്തിട്ടുണ്ടാവും, പല ഗ്രാജുവേറ്റ് അത് എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഹൈലി എക്സ്പേർട്ട് ആവും. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അദ്ദേഹം നമ്മളെ പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള ഒരുപാട് ടെസ്റ്റുകൾ ആദ്യം പറഞ്ഞു തരുന്നുണ്ടാവും. നമ്മൾ ആ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടാവും. ആ ടെസ്റ്റുകൾ ചെയ്ത് തന്നാൽ പിന്നെ കുറെ മരുന്നുകളും കാര്യങ്ങളും എഴുതി തരുന്നുണ്ടാവും. ശരിയല്ലേ? എക്സ്റേ എടുക്കുന്നുണ്ടാവും, MRI എടുക്കുന്നുണ്ടാവും, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും, പിന്നെ മരുന്നുകൾ എഴുതി തരും. ഇപ്പൊ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ലേഡിക്ക് മുട്ടുവേദന എന്ന് നമ്മൾ പോകുന്ന സമയത്ത് എക്സ്റേ എടുക്കും, ഡോക്ടർ പറയും തേയ്മാനം ഉണ്ടെന്ന് പറയും. അതിനുശേഷം എന്ത് ചെയ്യും, മരുന്ന് എഴുതി കൊടുക്കും. ഒരു 5-8 വർഷം ചിലപ്പോൾ ആ മരുന്ന് കുടിക്കും. അത് കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് പറയും, മുട്ട് മാറ്റിവെക്കണം. ശരിയല്ലേ? അത് നട്ടലിന് പ്രശ്നമാണെങ്കിലും എവിടെ പ്രശ്നമാണെങ്കിലും ലാസ്റ്റ് അത് സർജറിയിലാണ്. അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്,
ഇത്തരം നമ്മളെ ബോഡി ജോയിന്റുകൾക്ക് എന്നുള്ളതല്ല, ഏത് അവയവങ്ങൾക്ക് എന്ത് അനാരോഗ്യം ഉണ്ടെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യും, മരുന്ന് കുടിക്കുമ്പോൾ നമ്മൾ പറയും നോർമലാണ്, ഇപ്പൊ പ്രമേഹം നോർമലാണ് പറയും, തൈറോയ്ഡ് നോർമലാണ്, ബിപിയും കൊളസ്ട്രോളും നോർമലാന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അത് പോകുന്നത് വലിയ ചെലവിലേക്കാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇപ്പൊ ബിപിക്കും കൊളസ്ട്രോളും സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ട് ബ്ലോക്ക് സ്ട്രോക്ക് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അത് വന്നേ പറ്റുള്ളൂ. തൈറോയിഡിന് മരുന്ന് കുടിച്ചു പോയി നോർമൽ അറിയും, കുറെ കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള സർജറികളിലേക്ക് കൺവേർട്ട് ചെയ്യും. പ്രമേഹം വന്ന് മരുന്ന് കുടിക്കുമ്പോൾ അതും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ലാസ്റ്റ് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇത്തരം കണ്ടീഷനൊക്കെ എത്തുന്ന സമയത്ത് ലക്ഷങ്ങളെ ചെലവുകളാണ് പിന്നെ വരിക. ഈ മുട്ടുവേദനയ്ക്ക് കുടിക്കുന്ന മരുന്നിന്റെ പൈസ മതിയാവുമോ ആ മുട്ട് മാറ്റി വെക്കാൻ? ആ ബിപിക്കും കൊളസ്ട്രോളും കുടിക്കുന്ന മരുന്നിന്റെ പൈസ മതിയാവുമോ ചിലപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റോ ബൈപ്പാസോ ചെയ്യാൻ? ലക്ഷങ്ങളെ എമൗണ്ട് ആണ് വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ കയ്യിൽ ആ ഒരു പൈസ ഡോക്ടർ പറഞ്ഞ സമയത്ത് നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്, ചെലവാക്കാൻ പൈസ ഉണ്ട്. നമ്മൾ ആ സർജറി പറഞ്ഞപ്പോ നമ്മളെ കയ്യിലുള്ള പൈസ നമ്മളവിടെ ചെലവാക്കി. സംഗതി തീരുവോ? പൈസ ചെലവാക്കിയാൽ തീരുവോ? ഷാജി സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ഇല്ല ഇല്ല, തീരും. ഞാൻ ചോദിച്ചത് പൈസ ചെലവാക്കിയാൽ തീരുമെന്നാണ്. പൈസ ചെലവാക്കി തീരും. പൈസ തീരും, പക്ഷെ പ്രശ്നം തീരൂല. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്. നമ്മളത് ചെലവാക്കിയാലോ പിന്നെ അടുത്ത ലക്ഷങ്ങളിലേക്ക് അത് പോകും. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ 100-ൽ 1 ഭാഗം ഇന്ന് നമ്മൾ ആരോഗ്യത്തിൽ നമ്മൾ ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഓവറോൾ ഹെൽത്ത് നമുക്ക് പരിപാലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ കണക്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഹെൽത്തിനെ കുറിച്ചാണ്. ഓരോ ഓർഗൺ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾക്ക് ഓരോ തിങ്കളാഴ്ചകൾ ഹൈലി എക്സ്പെർട്ട് ആയ ആളുകൾ നമുക്ക് ക്ലാസ് എടുത്ത് തരാറുണ്ട്. ആ എക്സ്പെർട്ടേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ട് മനസ്സിലാക്കിയൊക്കെ എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനൊക്കെ അടിസ്ഥാനത്തിലാണ് അവർക്കൊക്കെ ഞാൻ തുടക്കത്തിലാണ് നന്ദി പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ജോയിന്റുകൾ ഉണ്ട്. ഇപ്പൊ എൽബോ ജോയിന്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനൊക്കെ വ്യക്തമായ റോളുകളും ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്കറിയാം, ഈ ഒരു ജോയിന്റുകളെല്ലാം നമ്മളെ ബോഡിയിൽ ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ പരിപാലിക്കേണ്ട ഒരു സാധനം ഉണ്ട്, നമ്മളെ നട്ടെല്ല്. ആ നട്ടെല്ലാണ് നമ്മളെ ബോഡിയുടെ എല്ലാം. അതിനെ നമ്മൾ ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനാണ്. ഇന്ന് പല ആളുകളും പല അസുഖങ്ങൾ ചിലപ്പോൾ നമ്മളിതിൽ സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്നുണ്ടാവും, മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. എത്ര കാലങ്ങൾ സപ്ലിമെന്റ് കുടിച്ചും മരുന്ന് കുടിച്ചിട്ടും അവർ റിസൾട്ട് ഇല്ല എന്ന് പറയും. ചെക്ക് ചെയ്യേണ്ടത് അവരുടെ നട്ടലിന് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവും. നട്ടലിന് അത്രമാത്രം പ്രാധാന്യം ഉണ്ട്. അതിന് നെക്സ്റ്റ് സ്ലൈഡുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളെ നട്ടലിനെ ശരിയായ രീതിയിൽ നമ്മൾ പരിപാലിക്കണം. അപ്പൊ നമ്മളെ ജോയിന്റുകൾ നല്ല രീതിയിൽ ഒന്ന് കറക്റ്റായി നിൽക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ മസിലുകൾ ആരോഗ്യം കൂടി നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ മസിലുകളിലാണ് ഇപ്പോ ഈ ഒരു എല്ലുകൾ ശരിയായ രീതിയിൽ നിൽക്കുന്നത്. ആ മസിലുകൾക്ക് ശോഷണം സംഭവിച്ചാൽ ആ അവിടെ നിൽക്കുന്ന എല്ലുകൾക്ക് സ്ഥാനചലനം ഉണ്ടാവും. അത് പ്രശ്നങ്ങളാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് നടക്കുന്നതും കാര്യങ്ങളൊന്നും വലിയ വ്യായാമങ്ങളല്ല. നമ്മൾ പറയും നടക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യണതാണ് മസിൽ ബിൽഡിംഗ് എക്സസൈസുകൾ നമ്മൾ ചെയ്യണം. ആ മസിലുകളെ സ്ട്രെങ്ത് ആണ് ശരിക്കും നമ്മളെ എല്ലുകളെ ആരോഗ്യം എന്നൊക്കെ ശരിക്കും നിലനിർത്തുന്നത്. അതവിടെ നിലനിന്നാൽ, നേരെ നമ്മൾ നിലനിന്നാലല്ലേ ബാക്കി കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതുകൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരിപാലിക്കേണ്ടതാണ്. ഇപ്പൊ പല ആളുകൾ പറയും ഞാൻ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട് കാര്യങ്ങളെന്നൊക്കെ. പഴമക്കാരെ സംബന്ധിച്ച് അവർ ഈ നടത്തും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. വാഹനം ഇല്ലാത്തതുകൊണ്ട് അവർ ആ ജോലിക്ക് പോകാനാണ് ഈ പരിപാടി ചെയ്തിരുന്നത്. പിന്നെ അവര് നല്ല കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് അവരുടെ ബോഡിയൊക്കെ നല്ല കട്ടകളായിരുന്നു, 6 പാക്കും കാര്യങ്ങളായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്നത്, ആ പോവാൻ ഉപയോഗിച്ച മെത്തേഡ് നമ്മൾ വ്യായാമമായിട്ട് കണക്കാക്കുകയാണ് നടത്തുന്നുള്ളതൊക്കെ. അപ്പൊ ശരിക്കും നമ്മൾ ഓരോ പണ്ട് വീട്ടിലൊക്കെ ആണെങ്കിലും കായികാധ്വാനമുള്ള ജോലികൾ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ അത് ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ അതൊക്കെ ഒന്ന് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പൊ നമ്മളെ നട്ടെല്ലിന് ശരിയായ രീതിയിൽ 5 ഭാഗങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഭാഗം കൂടി ഉണ്ട്, അത് നമ്മൾ കവർ ചെയ്യും. 5 ഭാഗങ്ങളാണ് ഉള്ളത്. 5 ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ കഴുത്തിന്റെ എല്ല്, അതൊരു 7-8 എല്ല് കൂടിയതാണ് കഴുത്തിന്റെ എല്ലുകൾ, ആ ജോയിന്റുകൾ. സർവിക്കൽ എന്ന് പറയും, സർവിക്കൽ സ്പൈൻ. ആ സർവിക്കൽ സ്പൈൻ, അതോടൊപ്പം തന്നെ നമ്മളെ പുറം മുതൽ സെക്കൻഡ് ഇതിൽ കാണുന്നത് തൊറാസിക് സ്പൈൻ, അതൊരു 12 എണ്ണമാണ്. പിന്നെ ലംബാർ സ്പൈൻ ഒരു 5 എണ്ണം. പിന്നെ സാക്രം ആൻഡ് കോക്സിക്സ് എന്നുള്ള ഇതാണ് അതിന്റെ കണക്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഓരോന്നിനും വ്യക്തമായ ധർമ്മങ്ങളുണ്ട്. നമ്മളെ ആ ഒരു നട്ടെല്ല് നിവർന്നിരിക്കണം എന്ന്. പക്ഷെ നട്ടെല്ല് നിവർന്നിട്ടല്ല, വളഞ്ഞിട്ടാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളെ കഴുത്തിന്റെ ആ 7 എല്ല് വരുന്നത്, അതിന്റെ ഷേപ്പ് വരുന്നത്
ലോഡോസിസ് എന്നുള്ള ലെവലിലാണ്. എന്താണ് ലോഡോസിസ്? ലോഡോസിസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വളവാണ്. നമ്മളെ പെരുവിരൽ ഇങ്ങനെ പൊക്കി പിടിച്ചാൽ അതിനൊരു വളവുണ്ടല്ലോ, അതേപോലെയാണ് നമ്മളെ കഴുത്തിന്റെ ഇല്ല, അതൊരു വളവാണ്. അത് ലോഡോസിസ് എന്നാ പറയാ. അപ്പൊ ആ ഒരു നട്ടെല്ലിന് അത് പ്രശ്നങ്ങൾ വന്നാൽ അവിടെ എന്തൊക്കെ സംഭവിക്കും? ഈ ഒരു നട്ടെല്ലുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ്? അത് നമ്മളെ സുഷുമ്ന നാഡിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ശരീരഭാഗങ്ങളെ എന്ത് ചെയ്യും? അതിന്റെ അനാരോഗ്യം ബാധിക്കും. എന്തൊക്കെ? അതിന്റെ ആ ഒരു ഘടനയിലും അതിന്റെ അനാരോഗ്യം വന്നാൽ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ? നമ്മളെ തല, കണ്ണ്, മുഖം, പല്ല്, ചെവി, മൂക്ക്, കൈ മുതൽ വിരൽ വരെയുള്ള ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളൊന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതിന്റെ ആരോഗ്യം നമ്മൾ നിലനിർത്തണം. അപ്പൊ ഞാൻ ഒന്ന് സൂം ചെയ്യുന്നുണ്ട്, ആ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ നട്ടലിന്റെ ഇടയിൽ കൂടെ കുറെ നെർവുകൾ പോകുന്നുണ്ട്, ശരിയല്ലേ? അപ്പൊ ആ നട്ടലിന്റെ ആരോഗ്യം കറക്റ്റ്, അതിന്റെ പോസ്ചർ കറക്റ്റ് ആണെങ്കിൽ ആ നെർവുകളോട് എന്ത് ചെയ്യും? രക്തം എല്ലാ സ്ഥലങ്ങളിലേക്കും വേണ്ട രീതിയിൽ പാസ് ചെയ്യും. ബ്രെയിനിലേക്ക്, തലയിലേക്കൊക്കെ പാസ് ചെയ്യുന്നുണ്ടാവും. എല്ലാ സ്ഥലങ്ങളിലേക്കും ന്യൂട്രിയൻസും എല്ലാ ഓക്സിജനും ഒക്കെ പാസ് ചെയ്യും. ആ നട്ടലിന്റെ ഷേപ്പിലും വ്യതിയാനം വന്നാൽ അത് മസിലിന്റെ അനാരോഗ്യമാവാം, അതല്ലെങ്കിൽ ആ എല്ലുകളെ കണക്ട് ചെയ്തിട്ടുള്ള പല തരത്തിലുള്ള കാട്ടിലേജ് ആവാം. നമ്മൾ പറയുന്ന നട്ടലിന്റെ ടിഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വരുന്ന പ്രശ്നങ്ങൾ മൂലം എന്ത് ചെയ്യും? അതിന് അനാരോഗ്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? തല, കണ്ണ്, മൂക്ക്, നഖം, പല്ല്, ചെവി, കൈവിരൽ പോലുള്ളൊക്കെ പ്രശ്നങ്ങൾ അവിടെ കണക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നിങ്ങൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ടാവും. അപ്പൊ അതില് വലതുഭാഗത്ത് കാണുന്ന പിക്ചർ നമ്മളിപ്പോ എക്സ്റേ ഒക്കെ എടുക്കുന്ന സമയത്താണ് നമുക്ക് അതിലിപ്പോ ഇന്ന് നമ്മൾ 100 ആള് നമ്മളെ ഒരു നട്ടെല്ലിന്റെ ഒരു MRI അല്ലെങ്കിൽ എക്സ്റേ എടുത്താൽ അതിൽ 90% ആളുകൾക്കും നട്ടെല്ലുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്ന് മെജോറിറ്റി ആളുകളും മസിൽ ബിൽഡിംഗ് ചെയ്യുന്നില്ല. ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് ചിലപ്പം നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ മസിൽ ബിൽഡിംഗ് എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് അത് ഉണ്ടാവും. അപ്പൊ നമ്മളിതിൽ എക്സ്റേ എടുക്കാൻ നമ്മൾ അറിയുന്നില്ല, ആന്റീരിയൽ വ്യൂയും അതേപോലെ ലാറ്ററൽ വ്യൂ ഉണ്ട്. ആ ഒരു വ്യൂ എന്താണ്? നമ്മളെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ആ സൈഡിൽ നിന്നുള്ള വ്യൂ എടുക്കുമ്പോൾ നമ്മൾ ആ നട്ടലിന്റെ വളവുകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മറ്റുള്ളത് നേരെ പുറം ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. അത് ആ 2 പിക്ചറിൽ നിങ്ങൾ അടുത്തടുത്ത് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പിക്ചറിൽ, ആ നീല കളർ നടുവിലെ പിക്ചറിൽ സർവിക്കൽ ലോഡോസിസ് ആണ്. തൊറാസിക് എന്ന് പറഞ്ഞാൽ കൈഫോസിസ് ആണ്, അകത്തേക്കാണ് വളവ്, ഉള്ളിലേക്കാണ് വളവ് അതിന്റെ, മറ്റേത് പുറത്തേക്കാണ് വളവ്. അതേപോലെ ലംബാർ, അതും നമ്മളെ കഴുത്തിന്റെ എല്ല് പോലെ ലോഡോസിസ് ആണ്, പുറത്തേക്കാണ് അതിന്റെ വളവ്. പിന്നെ സാക്രം എന്ന് പറഞ്ഞാൽ 5 എല്ലുകൾ കൂടിയിട്ടുള്ളതാണ് ഈ സാക്രം. അതിന്റെ അടിയിൽ കോക്കിക്സ് എന്നുള്ളൊരു വളഞ്ഞു നിൽക്കുന്ന സാധനം കാണാറുണ്ടല്ലോ, ഒരു കൂർത്ത് വളഞ്ഞു നിൽക്കണേ, ഒരു തേളിന്റെ ആ ഒരു വാലുമുള്ള പല്ല് പോലെ നിൽക്കുന്നത് കാണാറുണ്ടല്ലോ, കോക്കിക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ നട്ടെല്ല്. അപ്പൊ ഇതിന് വരുന്ന പല വ്യതിയാനങ്ങളാണ് ഇന്ന് നമ്മളെ ബോഡിയിൽ വരുന്ന ഒട്ടുമിക്ക അനാരോഗ്യങ്ങളെയും മൂല കാരണമായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നത് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ബോണിന്റെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടും നമ്മളെ ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളെ സപ്ലിമെന്റ്സുകളൊക്കെ പല വൈറ്റമിൻസിന്റെ കുറവാണെന്ന് മനസ്സിലായി. ആ വൈറ്റമിൻ ഉപയോഗിക്കുന്ന ആളുകൾ റിസൾട്ട് കിട്ടാതായ ആളുകൾ ഞാൻ നട്ടെല്ലിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കുറെ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും. അത് തീർത്തു കൊടുത്ത സമയത്ത് പിന്നെ വളരെ നിഷ്പ്രയാസം അവർക്ക് ആ പ്രശ്നം മാറിയതായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ആ ഒരു സർവിക്കൽ സ്പൈനിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് തൊറാസിക്, നമ്മളെ പുറത്തെ എല്ല്, അത് 12 എല്ലുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു നട്ടെല്ലിലൂടെ ഓരോ നാഡീനരമ്പുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ തൊറാസിക് സ്പൈനുള്ള നാഡീനരമ്പുകൾ എന്തുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്? നമ്മളെ ആന്തര അവയവങ്ങളിലേക്കുള്ള സർക്കുലേഷനും ന്യൂട്രിയൻസും എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള ഒരു ധർമ്മം കൂടിയും ഇതിന്റെ അതോട് പോണ നാഡീനരമ്പുകൾക്കാണുള്ളത്. അപ്പൊ ഈ നട്ടെല്ലിന് വേരിയേഷൻ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ എന്ത് സംഭവിക്കും? ആന്തരിക അവയവങ്ങളിലേക്കുള്ള കാര്യങ്ങളെ സപ്ലൈ എന്ത് ചെയ്യും? വേണ്ട രീതിയിൽ പെർഫെക്റ്റ് ആവില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. ഓരോ ആന്തരികങ്ങളിലേക്കും പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ലംബാർ സ്പൈൻ, നമ്മൾ അരക്കെട്ടിലെ എല്ല് 5 എണ്ണം. ഇത് നമ്മളെ ബോഡിയിൽ ഏതൊക്കെ നെർവുകളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്? നമ്മളെ ഇടുപ്പ് മുതൽ കാലിന്റെ വിരൽ വരെ. അപ്പൊ ആ ഒരു ലംബാർ സ്പൈൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കാലിലേക്ക് തരിപ്പ്, കടച്ചിൽ, മരവിപ്പ്, സയാട്ടിക്ക പോലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ മുതലാണ് തുടങ്ങുന്നത്. അടുത്ത സ്ലൈഡിൽ നിങ്ങൾ അതിന്റെ ഒന്നും കൂടി വ്യക്തത കിട്ടുന്നുണ്ടാവും. ഞാൻ പറയുന്നത് ക്ലാരിറ്റി ആവുന്നുണ്ടല്ലോ സാജി സാറേ? മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അതോടൊപ്പം തന്നെ
നെക്സ്റ്റ് സാക്രം. സാക്രം എന്നുള്ള ബോൺ, അത് നിങ്ങൾ കാണുന്ന അത് 5 എല്ല് കൂടിയിട്ടുള്ളത്. ഈ സാക്രം എന്നുള്ള എല്ലിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. എന്തൊക്കെയാണ് ആ എല്ലിന് പ്രശ്നം വന്നാൽ എന്തൊക്കെ സംഭവിക്കല്? ഒന്ന്, നമ്മളെ ശരീരഭാരം താങ്ങി നിർത്തുന്നത് ആ ഒരു സാക്രത്തിലാണ്. അതോടൊപ്പം തന്നെ നമ്മളെ പെൽവിസിന് സ്ഥിരത നൽകുക. നമ്മളെ ആ ചന്തിയുടെ എല്ല് കാണുന്നില്ല നിങ്ങൾ, ആ ലവ് ഷേപ്പിൽ കാണുന്ന നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അതിന് സ്ഥിരത നൽകുന്നത് ഈ സാക്രം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ആ ഒരു SI ജോയിന്റ്, നമ്മളെ നട്ടെല്ല് നേരെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ആ സാക്രത്തിനെ കണക്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മളെ പെൽവിസ് എന്നുള്ളത്, ആ 2 ചെവിയെ പോലുള്ള എല്ലുകളും ഈ ഒരു സാക്രത്തിനാണ് ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഈ സാക്രത്തിന് പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? ഇതിനെ മൊത്തം അത് ഡിസോർഡർ ആക്കുന്നുണ്ടാവും. അവിടെ നമ്മളെ S1 SI ജോയിന്റ് എന്നുണ്ട്. ഈ ജോയിന്റിലേക്ക് പ്രശ്നം വന്നാൽ അത് നമ്മളെ നടുവേദന, ചിലപ്പം പെട്ടെന്ന് എണീറ്റിരിക്കുമ്പോൾ നടുവെട്ടി എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഉണ്ടല്ലോ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിന് പ്രശ്നം വന്നാലാണ് ഉണ്ടാവുക. ഇതും നമ്മളെ ശരീരഭാരം ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മളെ നമ്മളെ അരക്കെട്ടിന് മുകളിലേക്കുള്ള വെയിറ്റ് ഉണ്ടല്ലോ, ഈ വെയിറ്റ് മൊത്തം താങ്ങി നിർത്തുന്നതും അതോടൊപ്പം തന്നെ ഇത് പല ഭാഗങ്ങളിലേക്ക് ലോഡ് കൂടാതിരിക്കാൻ പല ഭാഗങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതും ഈ ഒരു സാക്കറാണ്. ഓക്കെ, അത് നമ്മളെ ആ പെൽവിക്കിന് സ്ഥിരത നൽകുന്നു പറഞ്ഞു. ഓക്കെ, അതോടൊപ്പം തന്നെ ആ ഒരു കംപ്ലീറ്റ് ജോയിന്റിനെ, ഇപ്പൊ നട്ടെല്ലിൽ നിന്ന് എന്ത് ചെയ്ത് നേരെ വന്ന് അസോസിയേറ്റ് ചെയ്യുന്ന ആ പെൽവിക്കും സാക്കറും എല്ലാം കൂടിയുള്ള ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, അതിന് ശരിയായ രീതിയിൽ രൂപം കൊടുക്കുന്നത് ഈ ഒരു നമ്മൾ ഇതുവരെ വലിയ സീരിയസ് ഒന്നും കൊടുക്കാത്ത ഈ സാക്രം എന്നുള്ള എല്ലാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മളെ ബോഡിയിലുള്ള ഒരുപാട് നാഡീ നരമ്പുകൾ പോകുന്നുണ്ട്. ഞാൻ നേരെ സൂം ചെയ്ത് കാണിച്ചെന്നല്ലോ. ഇത്തരം നാഡീ നരമ്പുകളൊക്കെ ഒരു വിധത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് ഈ ഒരു സാക്രാണ്. അതിലൂടെ പോകുന്ന നെർവുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മളെ മൊത്തത്തിലുള്ള ചലനത്തിന് പിന്തുണ നൽകുന്നുണ്ട്. അരക്കെട്ട്, ഇടുപ്പ്, ഇത് രണ്ടിന്റെയും ചലനം ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സാക്രാണ്. അതിന് പ്രശ്നം വന്നാലാണ് കുനിയാൻ പറ്റുന്നില്ല, നിവരാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, എണീക്കാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. അതോടൊപ്പം നമ്മളെ ജോയിന്റുകളെ ശരിയായ രീതിയിൽ കണക്ട് ചെയ്ത് നിർത്തുന്ന ലിഗമെന്റുകൾ ഉണ്ട്. ഈ ലിഗമെന്റുകൾക്ക് ശരിയായ രീതിയിൽ പിടിച്ചു നിൽക്കാനൊക്കെ ഉള്ള ആ ഒരു ഗെയിമും കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ സാക്കറാണ്. അത്രമാത്രം അതിനുള്ള റോളുകൾ ഉണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് അടുത്ത പിക്ചറിൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മളെ എല്ല് കാണുന്നുണ്ട്. അതിന്റെ എല്ലുകളെ 2 എല്ലുകളെ അടിയിൽ നിങ്ങൾ എന്ത് കാണുന്നുണ്ട്, ഒരു നീല കളറുള്ള ഒരു ചന്ദ്രക്കല കാണാനുണ്ടല്ലോ അല്ലെ, ഒരു റായും ചന്ദ്രക്കലയും. ഇതാണ് നമ്മളെ കാറ്റിലേജ് എന്ന് പറയുന്നത്. അതിന്റെ അടിയിൽ നിങ്ങൾ ആ വെള്ളയിലും മഞ്ഞയിലും കാണുന്ന കാര്യങ്ങളാണ് നമ്മളെ ഫ്ലൂയിഡുകൾ. ആ ചോപ്പ് ഇതിൽ കാണുന്ന സാധനം എന്താണ്? അതാണ് നമ്മളെ ശരിയായ രീതിയിൽ ആ മെമ്മറിയും അതോടൊപ്പം തന്നെ ആ എല്ലുകളെ രണ്ടിനെയും കൂടി ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെന്റ്. ആ റെഡ് കളറിൽ കാണുന്നതാണ് നമ്മളെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ആ സൈനൽ മെമ്മറി, ആ ഫ്ലൂയിഡിനെ പുറത്തേക്ക് പോവാതെ സംരക്ഷിക്കുന്ന വ്യക്തിയാണത്. ഇതാണ് നമ്മളൊരു പെർഫെക്റ്റ് ജോയിന്റ്. ഈ ജോയിന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശരീരം കൊണ്ട് എന്ത് അഭ്യാസവും കാണിക്കാം. ഇപ്പൊ നിങ്ങൾ പല ജിംനാസ്റ്റിക്കുകളെ കാണാനില്ലല്ലോ അല്ലെ, അവർ എങ്ങനെയൊക്കെയാണോ തിരിയുന്നതും മറിയുന്നതും അവർ കാണുന്ന അഭ്യാസങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് അവർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്? അവരുടെ എല്ലും ജോയിന്റും അത്രമാത്രം ഹെൽത്തി ആണ്, അത് ഫ്ലെക്സിബിൾ ആണ്, പെർഫെക്റ്റ് ആണ്. നമ്മൾക്ക് അതേപോലെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നേരാവണ്ണം ഇരുന്ന് എണീക്കാനും നടക്കാനും ശരിയായ രീതിയിൽ ഒന്ന് നിരത്തിരുന്ന് നിസ്കരിക്കാനും വരെ നമുക്കൊന്നും സാധിക്കുന്നില്ല. മുട്ടുകുത്തി പ്രാർത്ഥിക്കാനൊന്നും നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഇന്നത്തെ ഈ ഒരു ജീവിത രീതിയിലൊക്കെ നമ്മളെ ജോയിന്റുകൾ ഇതിന്റെ കംപ്ലീറ്റ് ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പരിതപിച്ച് മുന്നോട്ട് പോകുന്നുള്ളതിൽ അതിന്റെ ആരോഗ്യം ബിൽഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതേപോലെ എനിക്കിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലയോന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരെ സംബന്ധിച്ചും അത് നിലനിർത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇന്ന് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോയിരുന്ന ആളുകൾ തന്നെയാണ്. ഇന്ന് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കും ഇപ്പൊ പാരമ്പര്യമായിട്ടും പല രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലം കൂടി, ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം, സംരക്ഷിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ അതിന്റെ ആരോഗ്യം ശരിയായി എന്തെന്ന് മനസ്സിലാക്കണം. അത് നിലനിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോ ആ എല്ലിന്റെ ഘടന നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ആ ഒരു എല്ലിനെ ഇതിനൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ടിഷ്യൂസിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഒരു സാക്രമാണ്. അതോടൊപ്പം തന്നെ കോക്കിക്സ് എന്നുള്ളത് നിങ്ങൾ നെക്സ്റ്റ് പിക്ചറിൽ കാണുന്ന ആ ഒരു വളഞ്ഞിട്ടുള്ളത്, ആ കോക്കിക്സ് ആണ് എന്ത് ചെയ്യുന്നത്. അതിനും ഒരുപാട് റോളുകൾ ഉണ്ട്, ഒരുപാട് ധർമ്മങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ഇരിക്കുമ്പോൾ ശരീരത്തിന് പിന്തുണ നൽകുന്നത്. കാരണം നമ്മൾ കസേരയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ചാഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യുന്നത് ആ കോക്കിക്സ് ആണ്.
അതോടൊപ്പം തന്നെ ആ പെൽവിക് മസിൽസിനും ഇതിനും ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് കൊടുക്കുന്നത് അത് നമ്മൾ എന്താണ് മൂത്രാശയം, അതേപോലെ മലാശയം, പിന്നെ ജനറ്റിക് ഓർഗണ് ഒക്കെ ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട് ഈ ഒരു കോക്കിക്സ്. അതിന് പ്രശ്നം വന്നാൽ അതുമായി ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ലിഗമെന്റിന് ശരിയായ രീതിയിൽ ബന്ധന സ്ഥലം അത് ലാസ്റ്റ് വന്ന് കണക്ട് ചെയ്യുന്നതും ആ ഒരു കോക്കിക്സിലാണ്. അപ്പൊ പ്രധാന ലിഗമെന്റിലൊക്കെ എന്ത് ചെയ്യുന്നത് ഈ കോക്കിക്സിനായിട്ട് കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ അതിന് പ്രശ്നം വന്നാൽ ലിഗമെന്റിന് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു കോക്കിക്സ് ആണ്. അപ്പൊ കോക്കിക്സിന് പ്രശ്നം വന്നാൽ എന്തൊക്കെ സംഭവിക്കും? മരമരായിക്ക് നമുക്ക് ഇരുന്ന് എണീക്കണമെങ്കിലൊക്കെ എന്ത് വേണം? നല്ല ആരോഗ്യം വേണം. അതിനെ ശരിയായ രീതിയിൽ നമ്മളെ ഭാരം കറക്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ഒരു കോക്കിക്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പ്രശ്നം സംഭവിച്ചാൽ എന്തൊക്കെ സംഭവിക്കാന്ന് അറിയോ? ഒന്ന് ഇരിക്കുമ്പോൾ നമ്മളെ നട്ടലിന്റെ ഏറ്റവും തുമ്പത്ത് അസഹ്യമായ വേദന ഉണ്ടാവും. അതുപോലെ അതിന്റെ ആ എല്ലിന്റെ ഭാഗങ്ങളിലും നട്ടലിന്റെ ഭാഗങ്ങളിലും ഒക്കെ അസഹ്യമായ വേദന ഉണ്ടാവും. അപ്പൊ ഒന്നിരുന്നാൽ കുറച്ച് തിരിഞ്ഞിരിക്കണം, മറിഞ്ഞിരിക്കണം, കുറച്ചു നേരം എഴുന്നേറ്റ് നിൽക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. ഒരു കസേരയിലേക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അവർക്ക്. ആ ചാഞ്ഞിരിക്കുമ്പോൾ താങ്ങി നിർത്തുന്നത് ആ കോക്കിക്സ് ആണ്. അപ്പൊ കോക്കിക്സ് പ്രശ്നം വന്നാൽ അവർക്ക് കസേര ഒന്നും ചാഞ്ഞിരിക്കാൻ പറ്റൂല. അതോടൊപ്പം എഴുന്നേൽക്കുമ്പോൾ അപാര പെയിൻ ആവും. അപ്പൊ ഇത്ര ഈ കോക്കിക്സിന് പ്രശ്നം വന്നാൽ മലവിസർജനം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും, അസഹനീയമായി മാറും ആ കോക്കിക്സിന് പ്രശ്നം വന്നാല്. ഞാൻ അടുത്തൊരു സ്ലൈഡിൽ നിങ്ങൾക്ക് അതിന്റെ കാരണം എന്താന്നുള്ളത്, പൈൽസിന് വരെ ഈ ഒരു കോക്കിക്സിന്റെ പ്രശ്നം കാരണമാവുന്നുണ്ട്. വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ കോക്കിക്സിന് പ്രശ്നം വന്നാൽ പൈൽസ് ഉണ്ടാവും എന്നുള്ളത്. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഈ കോക്കിക്സ് ചെറിയൊരു അസ്ഥിയാണെങ്കിലും ഇന്ന് നമ്മളെ ഓവറോൾ ഈ ജോയിന്റുകളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള വലിയൊരു റോള് ഈ ഒരു ചെറിയ എല്ല് വഹിക്കുന്നുണ്ട്. മസിൽസിനും എല്ലാത്തിനും ലെഗമെന്റിനും എല്ലാത്തിനും ഉറപ്പ് നൽകുന്നത്, ഉറച്ചു നിൽക്കാൻ അവിടെ സപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഒരു കോക്കിക്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ നട്ടലിന് 5 ഭാഗങ്ങൾ. എന്തൊക്കെയാണ്? സർവിക്കൽ, തൊറാസിക്, ലംബാർ, സാക്രം, കോക്കിക്സ്. പിന്നെ നിങ്ങൾ ആ ചെവി പോലെ കാണുന്നത് പെൽവിക്സ്. സൗണ്ട് ഷാജി സാറേ, സൗണ്ട് ഓഡിബിൾ അല്ലേ? കുറച്ച് ആളുകൾ സൗണ്ട് ഇല്ല എന്ന് പറയുന്നു. അത് അവർക്ക് എന്തെങ്കിലും കോൾ വന്നുകൊണ്ടാവാം അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ആ ഒരു പെൽവിക്സ്, ആ ഒരു ചെവിയുടെ ആകൃതിയിലുള്ളത്, ഇതിനും വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഈ ഒരു പെൽവിക്സ് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, നമ്മളെ ബോഡിയെ ഒന്ന് ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യുന്നത്, നമ്മൾ ആ ബോഡിയുടെ ഷേപ്പ് ശരിക്കും ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. ആ പെൽവിക്സിന് ഏറ്റക്കുറച്ചിൽ വന്നാൽ എന്ത് സംഭവിക്കും? ആ പെൽവിക്സ് ഇപ്പൊ നിൽക്കുന്നുണ്ട്, അതിനൊരു ഇപ്പൊ ഒരു ത്രാസ് രണ്ടും സമാണ്. അതിൽ ഒരു ത്രാസിൽ കട്ടി വെച്ചാൽ എന്ത് സംഭവിക്കും? ഒന്ന് താഴും, ഒന്ന് പൊങ്ങും. അതേപോലെ പെൽവിക്സിന് എന്ത് ചെയ്യും? ഏറ്റക്കുറച്ചിൽ വന്നാൽ എന്ത് ചെയ്യും? ആ ബോഡിയിലാണ് ചില ആളുകൾ ഷോൾഡർ താഴ്ന്നിട്ടും പൊന്തിയിട്ടൊക്കെ ഇല്ലേ, ഒരു കാല് ചെരിഞ്ഞിട്ടും വലിഞ്ഞിട്ടും നടക്കുമ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന് പ്രശ്നം വന്നാൽ എന്ത് സംഭവിക്കും? അത് നമ്മളെ കാലിലേക്ക്, ഇപ്പൊ ഒരു മുട്ടിന് വേദന ഉള്ള ആളുകളെ സംബന്ധിച്ച് 100% അവരുടെ പെൽവിക്കിൽ ടിൽറ്റിനിങ് എന്നുള്ള പ്രശ്നം ഉണ്ടാവും. ആ പെൽവിക്ക് ടിൽറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? കാല് രണ്ടും ഏറ്റക്കുറച്ചിലുണ്ടാവും, 2 കാലിനും ഏറ്റക്കുറച്ചിൽ വരും. അവിടെ എന്ത് ചെയ്യും? ആ 2 കാലും ഒരേപോലെ വെക്കാൻ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ആ മുട്ടിന്റെ ജോയിന്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് കുറെ കാലം കഴിഞ്ഞ ആളുകൾക്കാണ് ആ എല്ല് എന്ത് ചെയ്യുക, റാ പോലെ വളഞ്ഞു വരുന്ന കണ്ടീഷനിലേക്ക് വരിക. അപ്പൊ ഇതും വളരെ വളരെ പ്രാധാന്യമുണ്ട്. പെൽവിക്സിന് പ്രശ്നം വന്നാൽ ഇരിക്കാൻ പറ്റില്ല, കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇന്ന് പെൽവിക്സിന് പ്രശ്നം വരാനുള്ള ചാൻസ് എന്താണ്? നമ്മൾ ഒരു ചന്തി വെച്ചിട്ട് സീറ്റിൽ കുറെ നേരം ഇരുന്നാല്, ഇപ്പൊ നമ്മൾ ട്രെയിൻ യാത്ര ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ തിരക്കുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ ഒരു സീറ്റ് വെക്കാൻ തന്നെ ചെറിയൊരു മൂല കിട്ടിയാൽ നമ്മൾ അവിടെ വെച്ചിരിക്കും, എന്നിട്ട് കംഫർട്ട് ഇരിക്കും. പക്ഷെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ ഒരു എല്ലുമ്പോ പ്രഷർ വന്നതോടുകൂടി അത് കുറച്ച് മറ്റേ പൊന്തി ഏറ്റക്കുറച്ചിൽ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു യാത്ര കഴിഞ്ഞ് തുടങ്ങുമ്പോൾ പിന്നെ വേദന തുടങ്ങും, കാലിനും കാര്യങ്ങൾക്കൊക്കെ വേദന, നടുവിന് വേദന തുടങ്ങും. ഇത്തരം പ്രശ്നങ്ങളിലേക്ക് അത് കണക്ട് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ആ സുഷുമ്നാ നാഡീമണ്ഡല സകല സ്ഥലങ്ങളിലേക്കും സർക്കുലേഷൻ ബ്ലോക്ക് ആകുമ്പോൾ പെയിനുകൾ അവിടെ തുടങ്ങും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ എക്സ്റേ എടുത്താലൊക്കെ കാണാൻ പറ്റുന്നതിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നമ്മളെ നട്ടലിന്റെ ജോയിന്റ് ശരിയാ, എല്ലാ ജോയിന്റുകളുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണം. ആ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പലതരത്തിലാണ് ഈ ഒരു ജോയിന്റുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളെല്ലാ ജോയിന്റുകളും ആ കൂട്ടി വെച്ചുള്ള സ്ഥലം എന്തുണ്ട്? അവിടെ കുറെ മജ്ജ എന്ന് പറയുന്നതും ഈ കശേരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ നട്ടെല്ലാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ആ ഡിസ്കിന്റെതാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മളെ ആരോഗ്യമുള്ള ഒരു ബോഡിയുടെ ഡിസ്ക് ആണ് നമ്മൾ കാണുന്നത്.
ആരോഗ്യമുള്ളതാണ്. ആ മുകളിൽ കാണുന്ന നോർമൽ ഡിസ്ക് ആണ്. അതിന്റെ അടിയിൽ കാണുന്ന എന്താണ്? ഒരു ഡീജനറേറ്റീവ് ഡിസ്ക് ആണ്. അവിടെ നിന്ന് ആ ഡിസ്കുകൾ എന്ത് ചെയ്യുന്നത്? ചെറിയ രീതിയിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിയിൽ എന്താണ്? ബൾജിങ് ഡിസ്ക്. അതിന് പല പ്രശ്നങ്ങൾ, നീർക്കെട്ടൊക്കെ വന്ന് എന്ത് ചെയ്യും? അത് ബൾജ് ചെയ്യും. അത് ബൾജ് ചെയ്താലോ അത് അവിടെ ഷേപ്പ് മാറും. അപ്പോഴും അവിടെ അതിലൂടെ പോണ രക്തം എന്ത് ചെയ്യും? നെർവുകളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഹെർമിനേറ്റഡ് ഡിസ്ക് അതെന്ത് ചെയ്യാ? പുറത്തേക്ക് തള്ളുന്ന, അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡുകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തള്ളുക, നീല കളർ പുറത്തേക്ക് വരുന്നത്. ആ പുറത്തേക്ക് തള്ളുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിലൂടെ നെർവുകൾ പോകണമെങ്കിൽ അതിനെ ജാം ആക്കുമ്പോഴാണ് അടുത്ത പ്രശ്നങ്ങൾ. സയാറ്റിക്ക എന്നുള്ള പ്രോബ്ലം അവിടെ തുടങ്ങും. പിന്നെ തിന്നിൻ ഡിസ്ക്, നമ്മൾ എന്ത് ചെയ്യും? ആ ഡിസ്കുകൾ എന്ത് ചെയ്യുക? തിന്നായി പോവുക, ശോഷിച്ചു പോവുക. അങ്ങനെ വന്നാലും ആ ഡിസ്ക് ഇരിക്കും. അപ്പൊ അതിലൂടെ പോകുന്ന നെർവുകൾ കംപ്രസ് ചെയ്യും. അപ്പൊ നമ്മൾ ആ ജോയിന്റ് ഹെൽത്ത് ഇത്രയും കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? ചില മസിലിന് സ്ട്രെങ്ത് ഇല്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ട് ആ ഡിസ്കിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ബോഡിയിൽ എവിടെയാണെങ്കിലും തരിപ്പ്, മരവിപ്പ്, കടച്ചില്, വേദന, അതേപോലെ സൂചി കുത്തുന്ന വേദന പോലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ മെയിൻ കാരണം എന്താണ്? രക്തം ഓടാത്തതാണ്. രക്തം ഓടാതിരിക്കാൻ കാരണം എന്താണ്? നെർവ് കംപ്രഷൻ ആണ്. നെർവുകൾ പ്രസ്സായി പോവുകയാണ്. ആ നെർവ് പ്രസ്സാവാൻ കാരണം എല്ലുകളെ ആ ഒരു ഷേപ്പിൽ വരുന്ന വ്യതിയാനമാണ്. ആ വ്യതിയാനം വന്നാല് പ്രശ്നമാണ്. ആ വ്യതിയാനം വരാനുള്ള കാരണം എന്താണ്? അതിനും ഒരു റൂട്ട് കോസ് ഉണ്ട്. അതിന് മെയിൻ കാരണം വരുന്നത് അസിഡിറ്റി ആണ്. അസിഡിറ്റി വന്നാൽ കംപ്ലീറ്റ് നമ്മളെ ബോഡിയിൽ 99.9% ആരോഗ്യ പ്രശ്നങ്ങളെ കാരണം അസിഡിക്കാണ്. അപ്പൊ പല ആളുകളും തോന്നും എനിക്കിപ്പോ അസിഡിറ്റി ഒന്നുമില്ല, ഞാൻ ആരോഗ്യവാനാണ്. നമ്മൾ ജസ്റ്റ് ആ പുളിച്ചീത് കെട്ടലും ഗ്യാസ് ഫോർമേഷനൊക്കെ നമ്മൾ അസിഡിക്ക് കാണുള്ളൂ. അതല്ല സുഹൃത്തുക്കളെ, ശരിയായ രീതിയിൽ അസിഡിക് പ്രശ്നങ്ങൾക്കുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആ നട്ടെല്ല് ശരിയായ രീതിയിൽ നിന്നാല് ആ നട്ടെല്ലിലൂടെ പോകുന്ന നെർവുകളിലേക്ക് നമ്മളെ എല്ലാ ഓർഗണിലേക്കും എന്ത് ചെയ്യുന്നത്? സപ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോ നിങ്ങൾ ഇവിടെ ഞാൻ ജസ്റ്റ് സൂം ചെയ്യാണ്. നമ്മളെ സർവിക്കൽ, അത് നമ്മൾ നോക്കൂ. അത് ഏതൊക്കെ ബ്ലഡ് വെസൽസിനാണ് കണക്ട് ചെയ്യുന്നത്? കണ്ണ്, അങ്ങനെ ഓരോ ഓർഗനുകളെയും കണക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോരോ ആ ഓർഗണിലേക്കും ആ ഒരു സപ്ലൈ പോകുന്നുണ്ട്. ആ സപ്ലൈ പോയിട്ടില്ലെങ്കിലോ അതിനപ്പുറത്ത് കാണുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അത് മൈഗ്രെയിൻ ആയാലും പല പ്രശ്നങ്ങളായാലും ഡാസിനെസ്സും പല ക്ഷീണവും കാര്യങ്ങളും, പല രീതിയിലുള്ള അലർജീസും, പല ബ്രെയിൻ ഫോഗിങ്ങും, പല പ്രശ്നങ്ങളും, ഫറ്റീഗും, ക്ഷീണവും, വിഷൻ പ്രോബ്ലം, അതേപോലെ കേൾവിക്ക് പ്രശ്നം, റണ്ണിങ് നോസ്, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വന്നുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിത് പറയാൻ നിന്ന സമയം പോകും. അങ്ങനെ ഓരോ നമ്മളെ തൊറാസിക്കിലേക്ക് വന്നാൽ അത് ഏതൊക്കെ അവയവങ്ങളെയാണോ ബാധിക്കുന്നത്, ഏതൊക്കെ കണക്ട് ചെയ്യുന്നത് ശരിക്കും ആലോചിച്ച് നോക്കൂ. ഈ സെഭാഗത്തും, ആംസും, ഹാർട്ടും, ലങ്സും, ചെസ്റ്റും, ലാനക്സും, ഇതിലൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് ബന്ധപ്പെട്ടാൽ എന്താ പ്രശ്നം ഉണ്ടാവല്? ഇതുമായി ബന്ധപ്പെട്ട അനാരോഗ്യങ്ങളാണ് ഉണ്ടാവുന്നത്. ആസ്മയും ബ്ലഡ് പ്രഷർ പ്രശ്നങ്ങളും, ഹാർട്ട് കണ്ടീഷൻ മോശമാവുന്നതും, ബ്രോങ്കൈറ്റിസും, പല പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോ അതേപോലെ നമ്മളെ ഓരോ എല്ലിനും ഇത്രമാത്രം പ്രാധാന്യമുണ്ട്. നിങ്ങൾ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത് ആ നട്ടലിലൂടെ പോകുന്ന ഓരോ നെർവുകളിലെ ഓരോ അവയവങ്ങളിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഈ നെർവുകൾക്ക് നട്ടലിന് പ്രശ്നം വന്നാൽ ആ നെർവുകളിലേക്ക്, ആ ഓർഗനിലേക്കുള്ള രക്തോട്ടം കുറയും. അപ്പൊ അവിടെ എന്ത് ചെയ്യില്ല? റിപ്പയറിങ്ങും ബാലൻസിങ്ങും ഫംഗ്ഷനും നടക്കൂല. ഇത് നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് എത്തിക്കുക. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇനി പരിഹാരം കാണേണ്ടത്? പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മളെ നട്ടെല്ല് ഇല്ലേ, നമ്മളെ കഴുത്തിന്റെ എല്ല് ഞാൻ പറഞ്ഞു ലോഡോസിസ്, അകത്തേക്കാണ് വളവ്. നിങ്ങൾ ആ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് നോർമല് നമ്മളെ നട്ടെല്ലാണ്. നമ്മളെ നട്ടെല്ല് ഞാൻ വിരല് പൊക്കി പിടിച്ചാൽ, പെരുവിരല് പൊക്കി പിടിച്ചാൽ വളരെ പ്രോപ്പർ ആയിട്ട് വളഞ്ഞിട്ടാണ്. അതിന് പ്രശ്നം വന്നാലും സംഭവിക്കും, ആ മസിൽസിന് സ്ട്രെങ്ത് ഇല്ലെങ്കിലും പല രീതിയിലുള്ള അസിഡിറ്റി പ്രശ്നങ്ങൾ വന്നാലും ഒക്കെ എന്ത് സംഭവിക്കും? ആ വളവ് നിവർന്നു പോകും. ആ സ്ട്രൈറ്റനിങ് എന്നുള്ള കണ്ടീഷൻ വരും. ആ സമയത്ത് എന്ത് സംഭവിക്കും? രക്തോട്ടം മുകളിലേക്ക് ഉണ്ടാവില്ല. അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. ഇന്ന് നമുക്കറിയാം സർവിക്കൽ സ്പോണ്ടിലോസിസ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണിൽ ദീർഘനേരം നോക്കിയിരിക്കുന്ന, സിസ്റ്റത്തിൽ നോക്കിയിരിക്കുന്ന ആളുകളും, പല ടൈലർമാർക്കും, ഇങ്ങനെയൊക്കെ തല കുനിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട്. പിന്നെ ഹൈപ്പർ ലോഡോസിസ്, ആ വളവ് കൂടുതലായി പോവുക. ചില ആളുകൾ നമ്മളിങ്ങനെ കുനിഞ്ഞിട്ടുള്ള ആളുകളുണ്ടല്ലോ, വളവ് കൂടി പോവുക. പിന്നെ ഉള്ളത് എന്താണ്? സ്കോളിയോസിസ്, ആ വളവ് സൈഡിലേക്ക് പോവുക. ആരോ ഒരാൾ സ്ക്രീനിൽ വരയ്ക്കുന്നുണ്ട്, അതൊന്ന് നിങ്ങൾ ആ പെന്ന് സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ ഒന്നിരുന്നാൽ വലിയ ഉപകാരമായി. ഓക്കെ, സ്കോളിയോസിസ് എന്നുള്ള കണ്ടീഷൻ, ആ നട്ടലിന്റെ വളവ് സൈഡിലേക്ക് പോവുക.
നമ്മൾ പുറം ഭാഗത്ത് നിന്ന് എക്സ്റേ എടുത്താലേ ഇത് കാണുള്ളൂ. മറ്റു രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ആ നട്ടലിന്റെ ഇതിന്റെ കഴുത്തിന്റെ സൈഡിൽ നിന്ന് എക്സ്റേ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ളത് നമ്മൾ പുറകിൽ നിർത്താലേ ഈ ഒരു സ്കോളിയോസിസ് ഉള്ള സാധനം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ വളവ് സൈഡിലേക്ക് പോവുക. അപ്പൊ ഇത് സൈഡിലേക്ക് പോയി എന്താ സംഭവിക്കുക, ആ സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഭാഗം വികസിക്കും, മറ്റേ ഭാഗം ചുരുങ്ങും. ഈ ചുരുങ്ങിയ ഭാഗത്തുള്ള നെർവുകൾ എന്ത് ചെയ്യും, പ്രസ്സാവും. അവിടേക്കാണ് അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതെന്ത് ചെയ്യും, ഓവറായിട്ട് വളഞ്ഞാലും നമ്മളെ പിൻഭാഗങ്ങളിലേക്കുള്ള നെർവുകൾ എന്ത് ചെയ്യും, ജാമാവും, അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. സ്ട്രൈറ്റ് ആയാലും എന്ത് ചെയ്യും, ഇത് വലിഞ്ഞു നിന്നാലും അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങും. നമ്മളിപ്പോ ചെടി നനയ്ക്കുന്ന പൈപ്പില് ഒരാള് മെല്ലെ ഒരു സ്ഥലത്ത് മടക്കി പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അപ്പുറത്ത് വെള്ളം ചാടൂല. അതേപോലെ തന്നെ അവിടെ സംഭവിക്കും. അവിടെയാണ് തരിപ്പും കടച്ചിലും മരവിപ്പും. അത് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലാണ് പല പ്രശ്നങ്ങൾ, പല ഓർഗനുകൾ അനാരോഗ്യത്തിലൊക്കെ നയിക്കുന്നത്. അത് കൂടിയ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ആ പെയിനോട് കൂടി നമ്മളെ പ്രശ്നങ്ങളൊക്കെ അറിയാം. ചിലപ്പം ചെറിയ രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നുണ്ടാവും. നമ്മൾ ചെറിയ രീതിയിൽ പല ഭാഗം വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോകും. പിന്നെ അത് പല പ്രശ്നങ്ങളിലേക്കാണ് എത്തുക. ഓക്കെ. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളുള്ള നട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവർ ചിലപ്പോൾ എന്ത് സപ്ലിമെന്റ്സോ എന്ത് മരുന്നോ കഴിച്ചാലും വേണ്ട രീതിയിൽ പ്രോപ്പർ റിസൾട്ട് കിട്ടൂല. കാരണം ഇതിലൂടെ എത്താൻ ഇവിടുത്തെ ആരോഗ്യം മോശമായി കിടക്കുകയാണല്ലോ. അത് നമ്മൾ ശരിയാക്കണം. അത് എന്തൊക്കെ പ്രശ്നം കൊണ്ട്, ഈ സ്ട്രെച്ചിങ് കാര്യം കൊണ്ടും പിന്നെ ഡീജനറേഷൻ കൊണ്ടും നടക്കാം. ഞാൻ നേരത്തെ നട്ടലിന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ടല്ലോ, തിന്നിങ് ഡിസ്ക് ആവുക, ഡീജനറേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബൾജ് ആവുക, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ഈ പറയുന്ന കാര്യം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക, എല്ലാത്തിനെയും കണക്റ്റഡ് ആയിട്ട് നിങ്ങളൊന്ന് എടുക്കുക. ഓക്കെ. അടുത്തത് നമ്മളെ തൊറാസിക് എല്ല്. ആ തൊറാസിക് എല്ല് നിങ്ങൾ ഫസ്റ്റ് പിക്ചറിൽ കാണുക, ഇടതുഭാഗത്ത് ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് നോർമൽ തൊറാസിക് ആണ്. അതിന് ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യും, ആ ഒരു കൈഫോസി എന്ന് പറയും, ഉള്ളിലേക്ക് വളവ്, ആ വളവ് കൂടിപ്പോവും, ഹൈപ്പർ കൈഫോസ് ഉള്ള കണ്ടീഷനിലേക്ക് പോകും. അപ്പോഴും പ്രശ്നമാണ്. ഇപ്പൊ പല ആളുകളും കുനിഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മളാ ബോഡി കറക്റ്റ് അല്ല, കുനിഞ്ഞു നിൽക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അവർക്ക് കൈഫോസിസ് പ്രശ്നങ്ങളുണ്ട്. അവർ ഇന്റേണൽ ഓർഗൻസിലേക്ക് വേണ്ട സർക്കുലേഷൻ, അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. നെക്സ്റ്റ് നിങ്ങൾ വലതുഭാഗത്ത് കാണുന്നതാണ് സ്കോളിയോസിസ്. നമ്മളെ നേരെ പുറം ഭാഗത്ത് നിൽക്കുമ്പോൾ കാണുന്നതാണ് സ്കോളിയോസിസ്. നിങ്ങൾ ആ നട്ടല് ഒരു സൈഡിലേക്ക് വളഞ്ഞു പോയിട്ട് കണ്ടോ, ആ സൈഡിലേക്ക് വളഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ നോർമലാണ് നിങ്ങൾ ഇടതുഭാഗത്ത് പിക്ചർ കാണുന്നത്, അത് സ്കോളിയോസിൽ വളഞ്ഞു പോയിട്ടുണ്ട്. ആ രീതിയിലേക്ക് പോയാലും അവിടെ നെർവ് കംപ്രഷൻ ഉണ്ടാവും. പിന്നെ സ്ട്രൈറ്റനിങ്, ആ വളവ് നീർന്നു പോയതാണ് അടിയിലെ പിക്ചറിൽ കാണുന്നത്. അതോടൊപ്പം ഡീജനറേഷനും, ഈ ഡീജനറേഷൻ സംഭവിച്ചാലും ഇത്തരത്തിൽ അത് ഇരിക്കും, അതോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിലുള്ള കശേരുക്കൾ നമ്മൾ നശിച്ചു പോയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എല്ലുകൾ തമ്മിൽ ജോയിന്റ് ആവും. ആ ആളുകൾക്കാണ് കഴുത്ത് തിരിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് വരുന്നത്. നമ്മുടെ മീശമാധവനില് കൊച്ചിൻ ഹനീഫ ബെൽറ്റ് ഇട്ട് നടക്കുന്നുണ്ടല്ലോ, അങ്ങനെ അതേപോലത്തെ കണ്ടീഷൻ ആവും. ഈ സാധനങ്ങൾ നശിച്ചുപോയി എല്ലുകൾ പോയി കൂടും, എല്ലുകൾ മുട്ടി അവിടെ ജോയിന്റ് ആവും. അതാവാതിരിക്കാനാണ് ഈ കശേരുക്കളും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ ആരോഗ്യം നമ്മൾ നിലനിർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും, എല്ലുകൾ തമ്മിൽ കൂടിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പൊ ഇതിന് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മളെ ഇടുപ്പിന്റെ എല്ല്, ലംബാർ, ആ ലംബാർ ഏരിയയിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് ലംബാർ എന്താണ്, ലോഡോസിസ് എന്നുള്ള അകത്തേക്ക് വളവ് നോർമലാണ്. ഒരു പ്രശ്നം എന്താണ്, അതിന്റെ വളവ് കൂടിപ്പോവും. ഇപ്പൊ നമുക്ക് കൊടവയറൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യും, ആ വളവ് ചിലപ്പോൾ അവിടേക്ക് വയറ് ഫ്രണ്ടിലേക്ക് തള്ളുന്ന സമയത്ത് ആ വളവ് കൂടാൻ ചാൻസ് ഉണ്ട്, അവർക്ക് നട്ടലിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഗർഭിണികളാക്കുന്ന സമയത്ത് നടുവേദന ഉണ്ടാവും. കാരണം എന്താ, വയറുണ്ടാവുന്ന സമയത്ത് ആ എല്ലിന് പ്രഷർ മുന്നിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, അത് പ്രശ്നം ഉണ്ടാവും. ചില ആളുകളെ സംബന്ധിച്ച് ഡെലിവറിയോട് കൂടി അത് ചിലപ്പോൾ ചുരുങ്ങും. ചില ആളുകൾക്ക് അത് അവിടെ ചിലപ്പോൾ ആരോഗ്യം മോശപ്പെട്ടാൽ എന്ത് ചെയ്യും, അത് അവിടെ നിലനിന്ന് പിന്നെ അവിടെ മുതൽ നടുവേദന ആവും. ഇപ്പൊ കുടവയറുള്ള ആളുകൾക്ക് വേദന ഉണ്ടാവും, അസിഡി പ്രശ്നങ്ങൾ ആളുകൾക്ക് വേദന ഉണ്ടാവും, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അത് സംഭവിക്കുന്നതാണ് ലംബാർ സ്കോളിയോസിസ്. ആ ലംബാർ സ്കോളിയോസിസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ആ എല്ല് സൈഡിലേക്ക് വളഞ്ഞു പോകും. ആ സൈഡിലേക്ക് വളഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും, അതിന്റെ ഓപ്പോസിറ്റ്, ആ വളവിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള നെർവുകൾ കംപ്രസ്ഡ് ആവും. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ. അപ്പൊ സയാറ്റിക്ക പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനൊരു കാരണം ഇവിടെയാണ്, ആ നെർവുകളെ കംപ്രസ് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ ഡിസ്ക് തിന്നിങ്ങും ഡീജനറേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്ട്രൈറ്റനിങ്, ആ നട്ടല് നിങ്ങൾ കാണുന്നു നിവർന്നു പോകണ്ടോ, നിങ്ങൾ ആ എക്സ്റേ ഫിലിമില് വലതുഭാഗത്ത് കാണുന്നത് നേരായിരുന്നു, ശരിയല്ലേ, നേരെയാണ്. അതിന്റെ ആ വളവ്, നിങ്ങൾ ആദ്യം കാണുന്ന എല്ലിന്റെ വളവ് അവിടെ ഉണ്ടോ നോക്കൂ, അത് സ്ട്രൈറ്റ് ആയി പോയിട്ടുണ്ട്. ഇതൊക്കെ വന്നാലും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മളെ ഇടുപ്പിന്റെ താഴത്തേക്കുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ തുടങ്ങി. കാലിന് മരവിപ്പ്, കടച്ചില് വേദന, മുട്ടുവേദന ആയിക്കോട്ടെ, ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ കണക്ട് ചെയ്ത് വന്നു തുടങ്ങി. അത് നമ്മൾ, അപ്പൊ ഇത് പരിഹരിച്ചാലേ അതിന് ശാശ്വത പരിഹാരം കിട്ടുള്ളൂ. കാരണം എന്നത് പല ആളുകളും
മുട്ടുവേദനയ്ക്ക് സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്. പറഞ്ഞത് 6 മാസം മുതൽ കുറച്ചു കാലം ഉപയോഗിക്കാം, 6 മാസം വരെ മിനിമം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഒരു കൊല്ലമായിട്ട് ഉപയോഗിച്ച റിസൾട്ട് കിട്ടുന്നില്ല. ഇവിടെ ഈ പ്രശ്നങ്ങൾ തീർത്താലേ അവിടേക്ക് വേണ്ട സാധനങ്ങൾ എത്തുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മളെ കോക്ലിക്സ് ആൻഡ് സാക്രത്തിൻ്റെത്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ആ ഒരു പെൽവിക്, മുകളിൽ കാണുന്ന പിക്ചർ കറക്റ്റ് ആണ്. അതിന്റെ തൊട്ടടിയിൽ കാണുന്ന പിക്ചർ എന്താണ്? പെൽവിക് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ചെരിഞ്ഞു നിൽക്കുന്നില്ലേ? ഈ ചെരിഞ്ഞു നിന്നാൽ എന്ത് സംഭവിക്കും? അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. ആ ചെരിയുന്നതാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മളെ ജോയിന്റിന്റെ ബോളുകൾ ഉണ്ടല്ലോ, നമ്മളെ തൊടയുടെ എല്ല് തുടങ്ങുന്നിടത്തുള്ള ആ ബോളുകൾക്കൊക്കെ പ്രഷർ വരാനുള്ള കാരണം ഇതിന് ഈ പ്രശ്നങ്ങൾ വരുന്നോണ്ടാണ്. ഓക്കെ, പിന്നെ കോക്ലിക്സ്. അതോടെ ഇപ്പൊ കോക്ലിക്സ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോക്ലിക്സ് എന്ന പൈൽസ് എന്താന്ന് പറയാൻ കാരണം ആ കോക്ലിക്സ് എന്നുള്ള എല്ലിന്റെ ആ അഗ്രം ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കണം നമ്മളെ മലദ്വാരത്തിന്റെ ആ ഒരു മലം പോകുന്ന കോയിലിനോട് അടുത്താണ്. അപ്പോ നമ്മളെ നട്ടലിന് പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? ആ വളവ് കൂടിയാൽ എന്ത് ചെയ്യും? ഈ കോക്ലിക്സും ചെറിയ രീതിയിൽ ഉള്ളിലേക്ക് ഒന്ന് ഇതാവും. ആ സമയത്ത് അത് എന്ത് ചെയ്യും? ആ മലം പോകുന്ന കോയിലിനെ പോയി ജാമാക്കും. അവിടെ മുതൽ മലബന്ധം തുടങ്ങും. നമ്മൾ എന്ത് ചെയ്യും? പ്രഷർ എടുക്കൽ തുടങ്ങും. അതോടൊപ്പം എന്ത് ചെയ്യും? ആ പ്രഷർ എടുത്ത് അവിടുത്തെ നെർവുകളിലേക്ക് എന്ത് ചെയ്യും? നീർക്കെട്ടും കാര്യങ്ങളൊക്കെ വന്ന് അതെന്ത് ചെയ്യും? അവിടെ പൈൽസിലേക്കൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടാവും. മലബന്ധം വന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ക്ലാരിറ്റി ആയല്ലോ അല്ലെ? ഓക്കെ, പിന്നെ കോക്ലിക്സ് അഞ്ചെല്ലുകൾ കൂടിയത്, ഇതും ആ ഇടുപ്പിന് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിനൊക്കെ കാരണം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അപ്പൊ നമ്മളെ ബോഡിയിൽ ഓവറോൾ പ്രശ്നങ്ങൾക്കുള്ള ആ ഒരു പ്രശ്നത്തിനുള്ള കാരണമായിട്ട് കിടക്കുന്നത് എന്താണ്? നമ്മുടെ ബോഡി അസിഡിക് ആവുന്നതാണ്. എന്തൊക്കെ കാരണം കൊണ്ട് അസിഡിക് ആവാം? ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളെ ബോഡി അസിഡിക് ആവാൻ. നമ്മൾ വിയർക്കുന്നില്ലെങ്കിൽ ബോഡി അസിഡിക് ആണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് നല്ല മിനറൽസിലെ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ നമ്മൾ അസിഡിക് ആണ്. അതോടൊപ്പം നമ്മൾ ഈ ഫ്രൈഡ് ഫുഡ്, കോള, പെപ്സി, പാനീയങ്ങൾ പോലുള്ള സോഡ ഒക്കെ കുടിക്കുന്നത് ബോഡി അസിഡിക് ആക്കുകയാണ്. പിന്നെ പലതരത്തിലുള്ള വിരുദ്ധ ആഹാരങ്ങൾ, കോമ്പിനേഷൻ കറക്റ്റ് അല്ലാത്ത ആഹാരങ്ങൾ. നമ്മൾ ഇന്ന് പല ജ്യൂസുകളും കഴിക്കുന്നുണ്ട്. എല്ലാ ഫ്രൂട്ട്സിന്റെ കൂടി നമ്മൾ പാൽ ഒഴിച്ച് ജ്യൂസ് അടിക്കും. അതൊക്കെ നമ്മളെ ബോഡീനെ ഹൈലി അസിഡിക് ആക്കണതാണ്. ആകെ പാല് ചേരുന്ന ഒരേ ഒരു പഴേ ഉള്ളൂ, അത് നേന്ത്രപ്പഴമാണ്. ആ ചേരേണ്ട സാധനം ചേർന്നാലേ ശരിയായത് ഉണ്ടാവുള്ളൂ. അതാണ് ഹിന്ദു സമൂഹത്തിലൊക്കെ കല്യാണത്തിന് ഹസ്ബൻഡും വൈഫിനും പാലും പഴവും കൂടിയും ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. ആ ചേരണം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മള് മാങ്ങയില് പാൽ വയ്ക്കുന്നുണ്ട്, എന്ത് ഫ്രൂട്ട് ജ്യൂസ് അടിക്കാനും നമ്മൾ അതിൽ പാൽ വയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പാൽ വെച്ച് കഴിക്കും, അത് പ്രശ്നമായി. പിന്നെ ചിക്കന്റെ കൂടെ തൈര്, മീനിന്റെ കൂടെ തൈര്, ചിക്കനും ഇതൊക്കെ ഒരുമിച്ച് കഴിക്കുക, പല തരത്തിലുള്ള കോമ്പിനേഷൻ കറക്റ്റ് അല്ലാത്ത ആഹാരങ്ങൾ ഇന്ന് നമ്മൾ ഫുള്ള് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ബോഡീനെ അസിഡിക് ആക്കുകയാണ്. നമ്മള് ഈ ഒരു പ്രശ്നം നമ്മളെ ബോഡി അസിഡിക് ആയിട്ടും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇന്ന് വന്ന പ്രശ്നം നാളെ അസുഖമായിട്ട് മാറുകയല്ല. ഇത് ചിലപ്പോൾ ഒരു 10-15 വർഷം ബോഡിയിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുക, അതൊരു പ്രശ്നത്തിലേക്ക് മാറുക. അതാണ് നമ്മൾ പറയുന്നത് അസുഖമില്ലാത്ത അവസ്ഥ ആരോഗ്യമല്ല എന്നുള്ളത്. അതൊക്കെ ഒരു 35-40 വർഷം മുന്നൊക്കെ നമുക്ക് അത് ഒപ്പിച്ചു പോകാൻ പറ്റുമായിരുന്നു. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ചിലപ്പോൾ നമ്മൾ കണ്ട് സംസാരിച്ച ഒരു വ്യക്തി ചിലപ്പോ 2 മണിക്കൂറോ 1 മണിക്കൂർ ആയിട്ടുണ്ടാവുള്ളൂ കണ്ട് സംസാരിച്ച് പിരിഞ്ഞിട്ട് ചിലപ്പോൾ വേറൊരാൾ ഫോൺ ചെയ്യും, ഇന്നാൾ മരിച്ച് അറ്റാക്ക് ചെയ്യുന്ന അതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെന്താ പറയാ? ഞാൻ കുറച്ചേ മുന്നേ കണ്ടിട്ടുള്ളൂ, ഒരു പ്രശ്നമില്ലാത്ത ആളായിരുന്നല്ലോ, പിന്നെ എന്തേ സംഭവിച്ചു നോക്കെ. അപ്പൊ ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്ന പ്രോസസ് ഒക്കെ കുറെ മുന്നേ തുടങ്ങുന്നുണ്ട്. നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ലാസ്റ്റ് ആണ്. നമ്മളെ ബോഡിയിൽ ഓരോ പ്രശ്നങ്ങളും തുടങ്ങുന്നത് വർഷങ്ങൾ എടുത്തിട്ടാണ്. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മളെ ബോഡിയെ പ്രോപ്പർ ആയിട്ട് ആൽക്കലൈൻ ചെയ്ത് ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ നമ്മളെ ബോഡി ഇന്ന് ടെൻഷന് നമ്മളെ ബോഡി അസിഡിക് ആക്കണാണ്. ഇന്ന് ടെൻഷൻ അടിച്ച കണ്ടീഷനിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഹാംഫുൾ ആയ കെമിക്കലുകളുടെ ഉപയോഗം, നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ നമ്മളെ ബോഡിയെ അസിഡിക്കിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്ന് എന്ത് നോക്കിയാലും ബോഡിനെ അസിഡിക് ആക്കുകയാണ്. അത് അതിന്റെ പീക്കിലേക്ക് എത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? പലതരത്തിലുള്ള പുളിച്ചുകെട്ടിലും പ്രശ്നങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പൊ നമ്മളെ ബോഡി ആൽക്കലൈൻ ആയാല്, ആൽക്കലൈൻ ബോഡി ഈസ് എ ഗുഡ് ഹെൽത്ത്. നിങ്ങൾ ആ ഒരു നീല കളറിൽ 3 കാണുന്നില്ലേ? അതാണ് ആൽക്കലൈൻ. അതോടൊപ്പം തുടക്കത്തിൽ ചോപ്പ്, ഒരു ഓറഞ്ച്, ഇളം പച്ച, ഇത് അസിഡിക് ആണ്. ആ നല്ല പച്ചയിൽ കാണുന്നത് ന്യൂട്രൽ ആണ്. അത് നമ്മളെ ബ്ലഡിന്റെ pH ആണ്. നമ്മളെ ആമാശയത്തിന്റെ pH ആണ് ആസിഡിക്, നമ്മളെ ഗട്ടിന്റെ pH ആണ് ആൽക്കലൈൻ.
നമ്മൾ ആ ഗട്ടിന്റെ pH നമ്മൾ നല്ല രീതിയിൽ നിലനിർത്തിയാൽ ആ ബോഡിയിൽ എല്ലാ പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കും. അപ്പൊ നമ്മളെ ബോഡി അസിഡിക് ആയാലും എന്ത് ചെയ്യും? നിങ്ങൾ നേരെ താഴെ കാണുന്നത് എന്താണ്? ചെറീസ് വെച്ചതല്ല, അത് നമ്മളെ ബോഡിയെ സെല്ലുകളാണ്. ആ സെല്ലുകളൊക്കെ നിങ്ങൾ കാണുന്നു നോക്കൂ, ഓരോന്നും അതിന്റെ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ അധ്യാപകനെ കുട്ടികൾ എങ്ങനെ ഉണ്ടാവും? വളരെ കാമാൻ ക്വയറ്റായിട്ട് അവർക്ക് കൊടുത്ത വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവർ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അധ്യാപകൻ ക്ലാസ്സിലില്ലെങ്കിലോ അതോടുകൂടി കുട്ടികൾ എല്ലായിടത്തും അവർ തോന്നിയ സ്ഥലത്ത് കൂട്ടം കൂടി ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ആ സ്കൂളിലെ പഠനം നടക്കാതിരിക്കാൻ ആ ഒരു ഒറ്റ കാരണം മതിയാവും. അപ്പൊ അതേപോലെ ഈ സെല്ലുകൾ മൊത്തം ക്ലോട്ടായി മാറും. അസിഡിക് ആയി മാറുമ്പോൾ അവിടെ ഒരു പ്രവർത്തനവും നടക്കൂല, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. ഒന്ന്, നമ്മളെ ബോഡി അസിഡിക്കിലേക്ക് മാറിയാൽ നമ്മളെ ബ്ലഡിന്റെ pH മാറും. 7.35 7.45 ആണ് അതിന്റെ pH ഘടന. അതിന്ന് മാറിയാൽ എന്ത് ചെയ്യും? ബ്ലഡിൽ ഓക്സിജന്റെ അളവ് വളരെ കുറയും. ഓക്സിജൻ അതിലൂടെ കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, വളരെ കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ എനർജി ലെവൽ ലോസ് ആവും. എപ്പോഴും ഗ്ലൂമി ആയിട്ട് ക്ഷീണമായിട്ടൊക്കെ ഇരിക്കും. ഇന്ന് പല ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കാനുള്ള ഒരു കാരണം ബോഡി അസിഡിക് ആവുന്നതാണ്. കാരണം അവരെ സംബന്ധിച്ച് ടർഫ് കോർട്ടിൽ ഫുട്ബോളൊക്കെ കളി കഴിഞ്ഞ് ഒരു 9-10 മണിയൊക്കെ കളി കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? നേരെ പോവും, ഫാസ്റ്റ് ഫുഡ് കയറും, ഫുഡൊക്കെ ഓർഡർ ചെയ്യും. ഒരു 2 ലിറ്ററിന്റെ 7-അപ്പും കോളയൊക്കെയാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോ ഇത് അവിടെ എന്ത് ചെയ്യും? അത് കണ്ടിന്യൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മളെ ബോഡിയിൽ അസിഡിക് ആകുമ്പോൾ ബ്ലഡിൽ വേണ്ട അളവിൽ ഓക്സിജൻ ഇല്ലാതാവും. ഓക്സിജൻ ഇല്ലാതായ എന്ത് ചെയ്യും? അവർ പിന്നെ കുറച്ച് കാലങ്ങൾ അത് തുടർന്ന് പോകുന്നുണ്ടാവും. ബോഡി അത് ബാലൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്നുള്ളതാണ്, ആ ബാലൻസ് ചെയ്യുന്നതാണ് നിലനിൽക്കുന്ന ആളുകൾക്ക് അടുത്ത പ്രശ്നങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ആ കാലക്രമേണ വന്ന് എന്ത് ചെയ്യും? പിന്നെ അവർ ഓടി കളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നല്ല ഓക്സിജൻ കിട്ടേണ്ട സമയത്ത് ബ്ലഡ് അസിഡിക് ആയാലും ഓക്സിജൻ അതിലൂടെ പാസ് ചെയ്യില്ല, അതോടുകൂടി തളർന്നു വീഴും. ചിലപ്പോൾ അത് മരണ കാരണം വരെ ആവുകയും ചെയ്യും. അപ്പൊ ഇത് ബാലൻസ് ചെയ്യാൻ ശരീരം എന്ത് ചെയ്യും? നമുക്കപ്പോ ശരിയായ രീതിയിൽ ഈ ബോഡിയെ ആൽക്കലൈസ് ചെയ്യാൻ എന്ത് വേണം? നമുക്ക് വേണ്ടത് പല തരത്തിലുള്ള മിനറൽസുകളാണ്. ആ മിനറൽസുകളാണ് നമ്മളെ ബോഡിയെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യുന്നത്. മിനറൽ ബാലൻസ് ആണ് നമ്മളെ ബോഡി. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പച്ചവെള്ളമാണ് കുടിക്കേണ്ടത്. പച്ചവെള്ളത്തിൽ മിനറൽസ് കാണും. പക്ഷെ ഇന്ന് കുടിക്കുന്ന വെള്ളത്തിൽ മിനറൽസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എന്നാ കുടിക്കുന്ന വെള്ളം തന്നെ, പച്ചവെള്ളം തന്നെ ആസിഡാണ്. കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കെമിക്കൽ ഉൽപ്പന്നങ്ങളൊക്കെ മണ്ണിലേക്ക് പോയി അത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതും തറ തുടയ്ക്കുന്നതും തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും പല തരത്തിലുള്ള ക്ലീനിങ് പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം മണ്ണിലേക്ക് പോയിട്ട് മണ്ണിലുള്ള ആ ഒരു മിനറൽസിനൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ വെള്ളത്തിന് അസിഡിക് ആക്കുക. പഴമക്കാരെ സംബന്ധിച്ച് അവർക്ക് എന്തുകൊണ്ട് 100 വയസ്സും 90 വയസ്സായിട്ടും അവർക്ക് ഇത്തരത്തിൽ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾസിന് തേയ്മാനം സംഭവിക്കും, ശരിയല്ലേ? വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ടൂൾസിന് തേയ്മാനം സംഭവിക്കോ ഷാജി സാറേ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ പഴമക്കാർക്ക് വാഹനം ഉണ്ടായിരുന്നില്ല, അവര് നല്ല രീതിയിൽ നടന്നു പോയിരുന്നു, നല്ല കായികമായിട്ടുള്ള ജോലിയായിരുന്നു, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അന്ന് ഈ തേയ്മാനൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? എന്തുകൊണ്ട് അന്ന് തേയ്മാനം ഇല്ല? ഇന്ന് നമ്മൾ അത്രമാത്രം അധ്വാനിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തേയ്മാനവും പ്രശ്നങ്ങളൊക്കെ കൂടുതലല്ലേ? എന്തുകൊണ്ട്? അന്ന് അവര് കുടിച്ചിരുന്ന വെള്ളമൊക്കെ നല്ല മിനറൽസ് ഉള്ള നല്ല വെള്ളമായിരുന്നു. അപ്പൊ ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മളെ ബോഡി ആൽക്കലൈസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ജോയിന്റ് ഹെൽത്ത്, എല്ലുകൾ ആരോഗ്യം, ഇതെല്ലാം നമ്മൾ ശരിയായ രീതിയിൽ നിലനിർത്താൻ നമ്മൾ നല്ലൊരു ഫുഡ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ എല്ലിന്റെ ആരോഗ്യം നമുക്ക് വേണം, മസിലുകൾ ആരോഗ്യം വേണം, എല്ലാ നെർവുകൾ ആരോഗ്യം ഒക്കെ നമുക്ക് നിലനിർത്തണം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് വേണ്ടത് എന്താണ്? നല്ല രീതിയിലുള്ള ഫുഡ് നമുക്ക് വേണം. അതിന് പ്രോട്ടീൻ വേണം, വിറ്റാമിൻസ് വേണം, മിനറൽസ് വേണം, ആന്റി ഓക്സിഡന്റുകൾ, ഇതൊക്കെ നമുക്ക് ഉള്ള ഫുഡാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം, എല്ലുകൾ ആരോഗ്യം നമുക്ക് ശരിയായി നിലനിൽക്കണമെങ്കിൽ കൊളാജൻ നമ്മൾക്ക് കിട്ടണം. ഇന്ന് കൊളാജൻ നമുക്ക് ഫുഡിലൂടെ കിട്ടുന്നില്ല. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഴമക്കാരെ സംബന്ധിച്ച് അവര് പട്ടിണിക്കാലമായിരുന്നെങ്കിലും അവര് കഴിച്ച ഒരു നേരത്തെ ഭക്ഷണം അവരെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള പോഷകങ്ങൾ കൊടുക്കത്തക്ക രീതിയിൽ പ്രാപ്തി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എത്ര നേരം ഫുഡ് കഴിക്കുന്നുണ്ട്? 4-5 നേരം ഫുഡ് കഴിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മളെ ശരീരം പ്രവർത്തിക്കാനുള്ള പോഷകങ്ങളാണോ അതോ പോയിസൺ ആണോ മുൻപന്തിയിൽ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയാണ് പ്രശ്നങ്ങളൊക്കെ എടുക്കുന്നതും. ബോഡി ഇംബാലൻസ് ആവുകയാണ്, ടോക്സിനൊക്കെ വന്ന് അടിയാണ്. ഇതൊക്കെ നമ്മളെ ബോഡിയിലെ അസിഡിക്കിലേക്കാണ് മാറുന്നത്. ബോഡിക്ക് സ്ട്രെസ് കൂടും, ഇതും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം?
എല്ലുകൾ ആരോഗ്യം, ജോയിന്റുകൾ ആരോഗ്യം, ഇതിനോരോന്നിനും എന്ത് ചെയ്യണം? നമുക്ക് വ്യക്തമായ പോഷകങ്ങൾ നമ്മളെ ബോഡിക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ ശരിക്കും എല്ല് നമ്മൾ സ്ട്രോങ്ങസ്റ്റ് ഇതാണ്. അത് എന്ത് ചെയ്യണം? 3 കോശങ്ങളാണ് അതിനെ ബേസ് ചെയ്ത് നിൽക്കുന്നത്. ആ കോശങ്ങൾ നമുക്ക് ചില കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ശരിയായ രീതിയിൽ ആ എല്ലിൽ വരുന്ന അനാരോഗ്യകരമായ കോശങ്ങളെ, ഡാമേജ് ആയ കോശങ്ങളെ പുറന്തള്ളുന്നുണ്ട്. ചില കോശങ്ങൾ അതിനെ റിപ്പയർ ചെയ്യുന്നുണ്ട്. ചിലത് അതിന്റെ സ്ട്രെങ്ത് നിലനിർത്തുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ട എന്താണ്? നല്ല പ്രോട്ടീൻ വേണം. നമ്മളെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ്. അപ്പൊ ശരിയായ രീതിയിൽ ആ ബോൺ സെല്ലുകൾ ബിൽഡ് ചെയ്തിട്ടത് പ്രോട്ടീൻ കൊണ്ടാണ്. പ്രോട്ടീൻ നമുക്ക് അനിവാര്യമാണ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി മിനറൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്തൊക്കെയാണ്? ഫോസ്ഫറസ്, കാൽസ്യം, അതേപോലെ മാഗ്നീഷ്യം, സിങ്ക്, ക്രോമിയം, വൈറ്റമിൻ ഡി, ഇങ്ങനെയുള്ള പോലുള്ള പല ഘടകങ്ങളും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തില് ഇന്ന് നമ്മളെ ബോഡിയിൽ നമ്മൾ ഈ ഫുഡിലൂടെ ഇതൊന്നും കൊടുക്കാതാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ശരീരത്തിന് കിട്ടാതാകുമ്പോൾ ബ്ലഡിന്റെ pH മാറുമ്പോൾ ശരീരം എന്ത് ചെയ്യും? നമ്മളെ മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യും? അത് എവിടുന്ന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും? നമ്മളെ മസിലുകളിൽ നിന്നും ജോയിന്റുകളിൽ നിന്നും എടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യും. മസിലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് മസിൽ ശോഷിക്കും. അവിടെ എന്ത് ചെയ്യും? അത് അവിടെ ഭാഗങ്ങളിലുള്ള എല്ലുകൾക്ക് സ്ഥാനചലനം ഉണ്ടാവും. നമ്മളെ ജോയിന്റുകളിൽ നിന്നാണെങ്കിലോ അതെടുക്കും, ശോഷിക്കും. അവിടെയും പ്രശ്നം ഉണ്ടാവും. അതാണ് ഇന്ന് നമ്മളെ എല്ലാ ആളുകൾക്കും ഈ പ്രശ്നം. പണ്ട് ഉള്ള ഫുഡുകളിലൊക്കെ ഇത് ഡംപ് ചെയ്യലായിരുന്നു, ജോയിന്റുകളിലേക്കൊക്കെ. അതുകൊണ്ടാണ് ആരോഗ്യത്തോടെ. ഇന്നതല്ല. ഇന്ന് ഡംപ് ചെയ്യേണ്ട സ്ഥലത്ത് ഉള്ള സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ മെജോറിറ്റി ആളുകൾക്കും വെരിക്കോസ് വെയിൻ ഉണ്ട്. വെരിക്കോസ് വെയിൻ്റെ ഒരു റൂട്ട് കോസ് നമ്മളെ മസിലിന്റെ സ്ട്രെങ്ത് പോണതാണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മസിൽ നമ്മളെ ഹൃദയമാണ്. ഹൃദയം ശരിയായ രീതിയിൽ അതിന്റെ ഫോഴ്സിൽ ഇടിച്ചാൽ ബ്ലഡ് ഫ്ലോ ചെയ്യും. ബ്ലഡിലൂടെ ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെന്ത് ചെയ്യും? ഇവിടെയുള്ള വേസ്റ്റ് എടുത്താണ്ടാണ് ചെറിയ രക്തക്കൊഴലിലൂടെ വരുന്നത്, നമ്മളെ വെയിലിലൂടെ വരുന്നത്. അതോടൊത്ത് നമ്മളെ ഹൃദയത്തിന് ഏറ്റവും ദൂരമുള്ള സ്ഥലം കാലാണ്, അതേപോലെ കയ്യും. ആ സ്ട്രോങ് ആ എന്താണ് ഇടിക്കുന്നതിന്റെ പവർ കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആ വേസ്റ്റ് തിരിച്ച് കയറി പോരും. എന്നിട്ട് എന്ത് ചെയ്യും? വേസ്റ്റ് പുറന്തള്ളപ്പെടേണ്ട ഭാഗങ്ങളിലൂടെ അത് പുറത്തേക്ക് പോകും. അപ്പൊ നമ്മളെ മസിലുകളിൽ നിന്ന് അതൊക്കെ പോയി, ഹാർട്ട് മസിലിൽ നിന്നൊക്കെ പോയി അവിടെ അതിന് സ്ട്രെങ്ത് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഇടിക്കുന്നതിന് ശക്തി കുറയും. അപ്പോഴെന്ത് ചെയ്യും? ബ്ലഡ് പാസ് ചെയ്യും, എത്തേണ്ടോടത്ത് എത്തിയിട്ട് എന്ത് ചെയ്യും? വേസ്റ്റ് എടുത്ത് വരും, കാലിന്റെ അവിടെ എത്തും. അവിടുന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ എക്സ്ട്രാ പവർ വേണം. ആ പവർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ മാലിന്യങ്ങൾ അവിടെ അടിഞ്ഞുകൂടും. അതാണ് വെരിക്കോസ് വെയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മളെ കാലും എന്ത് തൊട്ട് പരത്തിയിട്ടോ അവിടെ ഇത്ര സർജറി ചെയ്തിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? മസിൽ സ്ട്രെങ്ത് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്താലേ അത് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ നമ്മൾ ജോയിന്റിന്റെ പ്രശ്നങ്ങൾ വന്നാൽ നമ്മളെ രണ്ട് തൊടേന്റെ എല്ലും കാലിന്റെ എല്ലും അതിന്റെ ഇടയിൽ നമ്മൾ ചിരട്ടാന്ന് പറയും, ആ സോഫ്റ്റ് മെറ്റീരിയൽ. നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് ആ കാലിന്റെ മുകളിൽ ഒരു വെളുത്ത സാധനം ഉണ്ടാവുമല്ലോ, കറുമുറ കഴിക്കാൻ പറ്റുന്നേ. എല്ലാണോ എന്ന് ചോദിച്ചാൽ എല്ലല്ല, ഇറച്ചിയാണോ എന്ന് ചോദിച്ചാൽ ഇറച്ചിയല്ല. ആ ഒരു മാർദ്ദമുള്ള സാധനം. ഇത് നമ്മളെല്ലാ ജോയിന്റുകളിലും ഉണ്ട്. അതാണ് ഫ്ലെക്സിബിലിറ്റി, കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഫ്ലൂയിഡ്, ആ ഒരു ഇതിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കാനാണ് ബോഡി സൈനോവൽ ഫ്ലൂയിഡ് എന്നുള്ള ഓയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അസിഡിറ്റി ഒക്കെ വന്നാൽ ചിലപ്പോൾ ഈ ഓയിലുകളിൽ നിന്നാവും എന്ത് ചെയ്യാം? ഈ സാധനം വലിച്ചെടുക്കുക. അതോടെ ഈ ഓയിൽ ഡ്രൈ ആവുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ നടക്കുമ്പോൾ അവിടെ കിടന്ന് ഒരയിൽ കൊടുക്കുമ്പോൾ വേദന തുടങ്ങും, ഡോക്ടറെ അടുത്ത് പോകും. പിന്നെ ഒന്ന് ആ ഫ്ലൂയിഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോഷകങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. ഫ്ലൂയിഡ് ഉണ്ടാവുന്നില്ല, അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അവിടെ വേദന തുടങ്ങും, ഡോക്ടറെ അടുത്ത് ഗുളിക കുടിക്കും, കുറെ കാലം പോകും, പിന്നെ ഓപ്പറേഷൻ എന്ന് അറിയും. അത് നട്ടെല്ലിലാണെങ്കിലും പല ഭാഗങ്ങളിലാണെങ്കിലും ഇതൊക്കെ വരും. അപ്പൊ നട്ടെല്ലിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്ത് നശിച്ചു പോയി, അവിടെ ഒരു ഗ്യാപ്പ് വന്ന്. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ കുനിയുമ്പോ എന്ത് ചെയ്യും? ആ ഗ്യാപ്പ് ചിലപ്പോൾ എന്ത് ചെയ്യും? വികസിക്കും. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ നിവരുമ്പോ എന്ത് ചെയ്യും? അതിന്റെ അടുത്തുള്ള നെർവ് എന്ത് ചെയ്യും? അതിനുള്ളിലേക്ക് പോവും, അവിടെ കുടുങ്ങും. അതാണ് നട്ടെല്ലിൽ ഞരമ്പ് കുടുങ്ങി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ആ കശേരുക്കളൊക്കെ നമ്മൾ ശരിക്കും ഹെൽത്തി ആയിട്ട് ബിൽഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അടുത്ത കാര്യങ്ങള്, നമ്മളെ ബോഡി അസിഡിക് ആയാൽ നമ്മളെ ബോഡിയിൽ മെറ്റബോളിസം എന്നുള്ള ഇതുണ്ട്. പലതരത്തിലുള്ള മെറ്റബോളിസം ഉണ്ട്. കാൽസ്യം മെറ്റബോളിസം, ഫാറ്റ് മെറ്റബോളിസം, ഷുഗർ മെറ്റബോളിസം. ഇങ്ങനെ ഓരോ നമ്മൾ കഴിക്കുന്ന പോഷകങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ഓരോ അപ്പൊ നമ്മൾ സൂര്യപ്രകാശത്ത് നിന്ന് കിട്ടുന്നത് വൈറ്റമിൻ D2 ആണ്. നമ്മളെ ബോഡിയിൽ എത്തി എന്ത് ചെയ്യണം? അത് മെറ്റബോളിസം D3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ കൺവേർഷൻ പ്രോസസ്സിനൊക്കെ എന്ത് ചെയ്യണം? നമ്മളെ ബോഡി പ്രോപ്പർ ആൽക്കലൈ ചെയ്ത് നിലനിൽക്കണം. അപ്പൊ ഇത് കറക്റ്റ് അല്ലെങ്കിലോ ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ്, എങ്ങനെ ഫുഡ് പട്ടിണി കിടന്നിട്ട് ഒന്നും വെയിറ്റ് കുറയില്ല, അത് കൂടിക്കൊണ്ടിരിക്കും. ചില ആളുകൾക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാം. പക്ഷേ ഇത്തരത്തില് എങ്ങനെ കണക്ട് ചെയ്തിട്ടും ചിലപ്പോൾ കുറയുന്നുണ്ടാവില്ല, നല്ല കായികധ്വാനം ചെയ്തിട്ടും.
ചിലപ്പോൾ കാൽസ്യം മെറ്റബോളിസം നടക്കുന്ന കല്ലായിട്ട് മാറാം, കാൽസ്യം ബ്ലോക്ക് ആയിട്ട് വരാം, പല പ്രശ്നങ്ങളാവാം. ഷുഗർ മെറ്റബോളിസം, ഷുഗർ ലോ ആയിട്ട് ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ ശരിയായില്ല, ഫാറ്റ് മെറ്റബോളിസം നടക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവും, ഫാറ്റി ലിവർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പല പ്രശ്നങ്ങളാണ്. പിന്നെ ഹൈഡ്രേഷൻ, നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് നിലനിൽക്കണം. അതിന് കുടിക്കുന്ന വെള്ളത്തിൽ മിനറൽസ് ഉണ്ടെങ്കിലേ നടക്കൂ. വെള്ളമാണ് വേണ്ടത്. 65% വെള്ളമാണല്ലോ. അപ്പൊ ശരിയായി ഹൈഡ്രേറ്റ് ചെയ്യാൻ ആ മിനറൽസ് വേണം. ആ ഹൈഡ്രേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, പല തരത്തിലുള്ള മിനറൽസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ മഗ്നീഷ്യം, മാംഗനീസ്, ക്രോമിയം, സിങ്ക്, ഇതൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മളെ ബോഡിയിൽ ഒരു ഇലക്ട്രോലൈറ്റും കൂടിയാണ്. ഈ ഇലക്ട്രോലൈറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ബ്രെയിനെയും ഹൃദയത്തിനെയും ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നത്. രണ്ട് ഇലക്ട്രിക് ഓർഗൻ എന്ന് പറയല്ലോ ഇത്. അപ്പൊ അവിടെ ഹൈഡ്രേഷൻ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ, ഈ ഫുഡിലൂടെ ഒന്നും വേണ്ട രീതിയിൽ വെള്ളത്തിലൂടെ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ തിളപ്പിച്ച് കുടിക്കുന്നുണ്ട് വെള്ളം. പലരും പ്രൗഡായിട്ട് പറയും ഞാൻ വെള്ളം ചൂടാക്കിയിട്ടാ കുടിക്കുന്നത്. വെള്ളം ചൂടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. എന്തിന്? ഇന്ന് വീടുകൾ അടുത്തടുത്തായി, സെപ്റ്റിക് ടാങ്ക് കൂടി, ഇതിലൂടെ വരുന്ന പല രീതിയിലുള്ള രോഗാണുക്കൾ നമ്മളെ വെള്ളത്തിലൂടെ ബോഡിയിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതിനെ കൊല്ലാനാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്, അണുക്കളെ കൊല്ലാൻ. അത് സക്സസ് ആണ്. പക്ഷെ പ്രശ്നം എന്താണ്, വെള്ളം തിളപ്പിച്ചാൽ നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട പല മിനറൽസും എന്ത് ചെയ്യും, അതിലൂടെ നഷ്ടപ്പെടുന്നുണ്ടാവും. അത് പ്രശ്നത്തിലേക്ക് എത്തിക്കും. അതാണ് ഇന്ന് പണ്ടുള്ള ആളുകൾ പച്ചവെള്ളം തന്നെ കുടിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ഉള്ളു തിളപ്പിച്ച് കുടിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യം ഒക്കെ അതിന് നമുക്ക് വിരുദ്ധമാണ്, ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾക്ക് ഇന്ന് സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഡീഹൈഡ്രേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും, നമ്മളെ ബോഡി ഹൈഡ്രേഷനിൽ നിന്ന് ഡീഹൈഡ്രേഷൻ നടന്നാൽ എന്ത് ചെയ്യും, അത് സാരമായിട്ട് ബ്രെയിൻ ഹെൽത്തിനെ ബാധിക്കുക, ഹാർട്ട് ഹെൽത്തിനെയും ബാധിക്കും. ഹാർട്ടിൽ എന്ത് ചെയ്യുക, കറണ്ടിന്റെ പാസേജ് കറക്റ്റ് ആവൂല. അത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ECG എടുക്കുമ്പോൾ കാണാമല്ലോ വരാം, അത് കറണ്ടിൻ്റെതാണ്. അത് കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ കറന്റ് പാസിംഗ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്കാണ് എന്ത് ചെയ്യുന്നത്, പ്ലേസ് മേക്കർ ഒക്കെ സെറ്റ് ചെയ്യുന്നത്, കറന്റ് എക്സ്ട്രാ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ബ്രെയിന്റെ അത് ഡാമേജ് പ്രശ്നം സംഭവിച്ചാൽ എന്ത് ചെയ്യും, അവിടെ സ്ട്രോക്കും, അൾഷിമേഴ്സും, പാർക്കിൻസൺസും, ട്യൂമറും, പല തരത്തിലുള്ള ബ്രെയിൻ ഫോഗിങ്ങും, മെമ്മറി ലോസും, പല പ്രശ്നങ്ങളും. നമ്മളെ IQ ഒന്നും കറക്റ്റ് ആവൂല. ചിലപ്പോ പരീക്ഷയ്ക്ക് പഠിച്ചു പോയി അവിടെ എത്തിയ സമയത്ത് പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഓർമ്മ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരും. അടുത്തത്, നമ്മളെ ബോഡിയിൽ ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം, ഡീടോക്സിക്കേഷൻ നടക്കണം. ബോഡിയിലുള്ള വിഷമാലിന്യങ്ങളൊക്കെ പുറന്തള്ളപ്പെടണം. അത് പുറന്തള്ളപ്പെടണമെങ്കിൽ ബോഡി പ്രോപ്പർ ആൽക്കലിസിറ്റി നിലനിർത്തണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ടോക്സിൻസുകൾ എന്ത് ചെയ്യില്ല, ബോഡിയിൽ നിന്ന് പോവില്ല. അത് ബ്ലഡിൽ എത്തിയാൽ എന്ത് ചെയ്യും, അത് മുഖക്കുരുവായിട്ടും എക്സിമ, സോറിയാസിസ്, പലതരം അലർജീസ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യപ്പെടും. ഇല്ല, അതുവഴിയിലൂടെയും പുറന്തള്ളപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അത് ബോഡിയിൽ അടിഞ്ഞുകൂടിയാൽ ആ ഭാഗം നശിക്കൽ തുടങ്ങും. പലതരത്തിലുള്ള ക്യാൻസറുകളായിട്ടൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അജീർണമായിട്ട് അവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുറിച്ച് കളയലും കരിയിച്ച് കളയലും അതേപോലെ വിഷം വെക്കലൊന്നും പരിഹാരമല്ല. അത് പ്രോപ്പറായിട്ട് ഡിറ്റോക്സൈ ചെയ്ത് പോകണം. അതിനെന്ത് ചെയ്യണം, വെള്ളം പ്രോപ്പറായിട്ട് നമ്മൾ കുടിക്കേണ്ടതുണ്ട്. ഓക്കെ. അതോടൊപ്പം നല്ല ദഹനം നടക്കണം, ലിവറിന്റെ ആരോഗ്യം മെച്ചപ്പെടണം. ലിവർ ഇപ്പൊ ഫാറ്റ് മെറ്റബോളിസം കറക്റ്റ് അല്ലെങ്കിൽ അത് ഫാറ്റ് ലിവറെ കണക്ട് ചെയ്യും, അതും പ്രശ്നമാണ്. പിന്നെ ലിവറാണ് നമ്മളെ ബോഡിയിലെ കെമിക്കൽ ഫാക്ടറി. അതും ഒരു ബെസ്റ്റ് മസിലാണ്. കിഡ്നി ഒരു ബെസ്റ്റ് മസിലാണ്. ഇതൊക്കെയാണ് നമ്മളെ ബോഡിയിലുള്ള യൂറിക് ആസിഡ് ഇതിനൊക്കെ കണക്ട് ചെയ്യുന്നത്, നമ്മളെ അബ്ഡമനൊക്കെയാണ്. അപ്പൊ നമ്മളെ കുടലിൽ കുറെ നല്ല ബാക്ടീരിയകൾ ഉണ്ട്. ഈ ബാക്ടീരിയകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ബോഡിയിലെ ഒരുപാട് ഫംഗ്ഷനെ കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പോഷകങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ചെറുകുടലിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ രക്തത്തിലേക്ക് ചേരുന്നത്. അപ്പൊ ഇവിടൊക്കെ ആ ഫംഗ്ഷനൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും നല്ല ബാക്ടീരിയാസ് അവിടെ വേണം. വൻകുടലിലും നല്ല ഒരുപാട് ബാക്ടീരിയാസ് വേണം. അപ്പൊ നല്ല ഡൈജഷൻ നടക്കണമെങ്കിലും നമ്മളെ വേസ്റ്റ് പുറന്തള്ളപ്പെടങ്ങളൊക്കെ ഇത് കറക്റ്റ് ചെയ്യണം. അതിന് നമ്മളെ ബോഡി എന്ത് ചെയ്യണം, ആൽക്കലി ആവണം, നല്ല ഗട്ട് ആൽക്കലി ആവണം. ഇല്ലെങ്കിൽ അത് അസിഡിക് ആയാലും അവിടെ പ്രശ്നം തുടങ്ങും. അവിടെ എന്ത് ചെയ്യും, ചീത്ത ബാക്ടീരിയ വരും. H. പൈലോറി പോലുള്ള ചീത്ത ബാക്ടീരിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് പുളിച്ചു തട്ടലും പല പ്രശ്നങ്ങളും, പച്ചവെള്ളം കുടിച്ചാലും പുളിച്ചു തട്ടലും, പല ഏമ്പക്കും പ്രശ്നങ്ങളും, കീഴ്വായു പ്രശ്നം, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ കഴിച്ച ഒരു സാധനം അവിടെ പോയി പ്രോപ്പറായി ദഹനം നടന്നാലേ നമ്മളെ ബ്ലഡിലേക്ക് എത്തുള്ളൂ, നല്ല ശരീരങ്ങളിലേക്ക് എത്തുള്ളൂ. ഇതാണ് പഴമക്കാർ പറയുന്നത്, കുടല് നന്നായാൽ ഉടല് നന്നായി എന്ന്. ഹിപ്പോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്, ഓൾ ദ ഡിസീസ് ബിഗിനിങ് ഫ്രം ദ ഗട്ട്. എല്ലാ പ്രശ്നങ്ങളെയും തുടക്കം ഇവിടുന്നാണ്. അപ്പൊ നമ്മളെ ബോഡിയുടെ ആ pH ലെവല് ആൽക്കലൈൻ pH നിന്ന് മാറുന്നതോടുകൂടി എന്ത് ചെയ്യും, അസിഡിക്കിലേക്ക് മാറുന്നതോടുകൂടി ഗട്ടിന്റെ ഹെൽത്ത് നാശാവും. അതോടുകൂടി ബാക്കിയുള്ള സകല പ്രവർത്തനങ്ങളും തകരാറിലാവും. ഇവിടെയാണ് ആ പ്രശ്നം. അതാണ് 99.9% കാരണം ഇതാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ നമുക്ക് വേണം. പ്രശ്നങ്ങൾ തന്നെ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ടും ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനുള്ള സൊല്യൂഷൻ നമുക്ക് വേണം. അപ്പൊ നമുക്ക് ആ ഒരു സൊല്യൂഷൻ തരുന്ന മേഖലയ്ക്ക് പറയുന്നതാണ് വെൽനസ് പറയുന്നത്. എന്താണ് വെൽനസ്? ഒരു വ്യക്തിക്ക് ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാനും നഷ്ടപ്പെട്ട വ്യക്തിക്ക് ആരോഗ്യം നേടിയെടുക്കാനും
സപ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നവും സേവനം അടങ്ങുന്ന മേഖലയൊക്കെയാണ് വെൽനസ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ഈ ഒരു ചികിത്സാ സമ്പ്രദായവും കാര്യങ്ങളൊന്നും മോശമല്ല, എല്ലാതും നല്ലതാണ്. കാരണം ഇന്ന് ഇതൊന്നും നമ്മൾ മോശം, ഇതിനൊക്കെ നമ്മൾ സെല്യൂട്ട് ചെയ്യേണ്ട ഒരു മേഖലയാണ്. ആ എക്സ്പെർട്ട് ഡോക്ടർ വന്നതും ടെക്നോളജി വന്നതൊക്കെ ഹോസ്പിറ്റൽ വന്നതൊക്കെ നമുക്ക് സെല്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 30 വയസ്സുള്ള ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ഇന്ന് ഈ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഈ ആൻജിയോഗ്രാം ഇത് കണ്ടെത്താനുള്ള മാർഗങ്ങളില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ വ്യക്തി മരണപ്പെടും. നമ്മളെ ഷുഗറിനെ ചെക്ക് ചെയ്യാനും കാര്യങ്ങളും മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലോ ആള് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കുള്ളൂ. ഓരോ പ്രശ്നങ്ങൾ വന്നാലും കുറച്ചു കാലം കൂടി ഉണ്ടാവുള്ളൂ, മരണപ്പെടും പെട്ടെന്ന്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 10-20 കൊല്ലം കൂടി നമുക്ക് നീട്ടി തരുന്നുണ്ട് ഈ ഒരു മേഖല. പക്ഷെ പഴയ ആരോഗ്യത്തിന് എന്തുകൊണ്ട് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല? ഒറ്റ കാരണമുള്ളൂ, നമ്മളെ ആരോഗ്യം നഷ്ടപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. അതിന് ശാശ്വത വഴി എന്താണ്? ആരോഗ്യം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമുക്കറിയാം, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ഈസ് എ ഇൽനെസ് ഇൻഡസ്ട്രി ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു അസുഖവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അവിടെ നമുക്കത് ആരോഗ്യമല്ല നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ വന്ന കണ്ടീഷനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ പഴയ ആരോഗ്യം കൈവരിക്കേണ്ട ആരും ഉത്തരവാദിത്തമാണ്, നമ്മൾ ഉത്തരവാദിത്തമാണ്. നമ്മളെ ആരോഗ്യം നമ്മളെ സ്വത്താണ്, അത് കാലത്തിന് ഉത്തരവാദിത്തം നമ്മളതാണ്. അത് നമ്മൾക്ക് അവിടുന്ന് കിട്ടുന്നില്ല. ഇന്ന് പല അസുഖങ്ങൾക്കും നമ്മൾ മരുന്ന് കുടിച്ചാൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് എത്തിക്കുക, അടുത്ത പ്രശ്നങ്ങളിലേക്ക് എത്തും. ശരിയല്ലേ? ഒരു പ്രമേയ രോഗി മരുന്ന് കുടിച്ചു പോകുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ വരുന്നുണ്ട്. ഏത് അസുഖത്തിന് സ്ഥിരമായിട്ട് മരുന്ന് കുടിച്ചാലും. അപ്പൊ അത് വന്ന ആളുകൾ എടുക്കണ്ടെന്നുള്ളതല്ല, അത് എടുക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യം ഉണ്ടാവുള്ള കാര്യം കൂടി നമ്മൾ ചെയ്യണം. അപ്പൊ ആരോഗ്യത്തിലേക്ക് കൂടി നമ്മളെ എത്തിക്കാനുള്ള മേഖലയാണ് വെൽനസ് പറയുന്നത്. അപ്പൊ അതുകൂടി നമ്മൾ ചെയ്താൽ എന്ത് സംഭവിക്കും? അതിന്റെ കൂടെ നമ്മളെ ചെയ്യുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടും. ആരോഗ്യം മെച്ചപ്പെടുന്നതോട് കൂടി എന്ത് ചെയ്യും? നമ്മൾ ആ പ്രശ്നങ്ങളെ കാഠിന്യം കുറയും. അപ്പൊ നമ്മൾക്ക് മരുന്നുകൾ അളവ് ഡോക്ടർ കുറച്ച് തരുന്നുണ്ടാവും. ആ കുറച്ച് തന്ന് അത് ഓക്കെ ആയാൽ നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹം ആ മരുന്ന് നിർത്തുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് വെൽനസ് ഉള്ള മേഖല ഒരു വ്യക്തിയെ അസുഖം ചികിത്സിക്കാനുള്ള മരുന്നും ഇതൊന്നും അല്ല. അതൊക്കെ റേറ്റ് ഉള്ളത് ഡോക്ടർമാർക്കാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ ഫുഡിനെ, നമ്മളെന്താ ജീവിത രീതിയിൽ വന്ന ഫുഡിലെ പോരായ്മകളും മറ്റു പോരായ്മകൾ തീർത്തു കൊടുക്കുക. അത് നമ്മൾ ഓരോരുത്തർ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓരോരുത്തർ രാവിലെ വ്യായാമം ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രോസസ്സ്, ആരോഗ്യം ഉണ്ടാവാനുള്ള പ്രോസസ്സാണ്. അതേപോലെ നമ്മൾ ആരോഗ്യം നിലനിർത്താനും ഇത്തരത്തിൽ ഫുഡിനെ കറക്റ്റ് ചെയ്യാനൊക്കെ ആ പ്രോസസ്സ് നമ്മൾ ചെയ്യണം. ഒന്നെന്ത് വേണം? ഫുഡിൽ നല്ല രീതിയിൽ ഒമേഗ 3 പ്രോട്ടീൻ, അതേപോലെ മഗ്നീഷ്യം, സിങ്ക്, ക്രോമിയം, മാംഗനീസ്, ഇങ്ങനെ എല്ലാ സാധനം, വൈറ്റമിൻ ഡി വേണം. അതോടൊപ്പം ഒരുപാട് പോഷകങ്ങൾ, കൊളാജൻ കിട്ടണം. ഇതൊക്കെ കിട്ടിയാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ബോഡി പ്രോപ്പർ ആയിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ, നമുക്ക് ആ ജോയിന്റുകൾ ഹെൽത്ത് ഒക്കെ. അപ്പൊ ഇവിടെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് വെൽനസ് ഉള്ള മേഖല നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ ഇന്ന് ഒരുപാട് ബ്രാൻഡുകൾ നമ്മളെന്ന മാർക്കറ്റിലുണ്ട്. ഇതെന്തിനുള്ളതാണ്? വെൽനസ് ഉള്ള മേഖല എന്തിനുള്ളതാണ്? ഏതൊരു കാലഘട്ടത്തിലും ഓരോ മേഖലകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതെന്തിനാണ്? ആ കാലഘട്ടത്തിലുള്ള ജനജീവിതം സുഗമമാക്കാനും എളുപ്പത്തിലാക്കാനുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നിങ്ങളെ മക്കളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ചിലപ്പം വിദേശങ്ങളിലൊക്കെ ആളുകളൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇന്ന് അവരെ കണ്ട് സംസാരിക്കുന്നത് എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? വളരെ എളുപ്പമല്ലേ? നിങ്ങൾ ആ വീഡിയോ കോൾ ചെയ്ത് അവരെ ഇന്ന് കണ്ട് സംസാരിക്കാൻ പറ്റും നിങ്ങളെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. അത് എന്തുകൊണ്ട് സാധ്യമായി? കാലോചിതമായ IT എന്നുള്ള മേഖലയെ ബന്ധപ്പെട്ട ഉൽപ്പന്നം നമ്മൾ ഉപയോഗപ്പെടുത്തിയോണ്ടാണ് നമുക്കത് എളുപ്പമായത്. ശരിയല്ലേ? ഇല്ലെങ്കിലോ അദ്ദേഹം കണ്ട് വരണം, നമ്മൾ അങ്ങോട്ട് പോകണം. അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള, പൈസയ്ക്കും ചെലവാണ്, മൊത്തം ബുദ്ധിമുട്ടുള്ള കാര്യം. ആ ബുദ്ധിമുട്ടിന് ആർക്കാണ് എളുപ്പമായത്? ആ കാലഘട്ടത്തിന്റെ ഉൽപ്പന്നം ഉപയോഗപ്പെടുത്തിയ വ്യക്തിക്ക് അത് എളുപ്പമായി. അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് വന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് ചികിത്സ നടത്തിക്കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കൽ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് 20-30 കൊല്ലമായിട്ട് ഒരോ അസുഖത്തിന് തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്ന എത്ര ആളുകളുണ്ട്? അത് എളുപ്പമാണെങ്കിൽ അവർക്ക് സാധ്യമാവേണ്ടതല്ലേ? അപ്പൊ ഇതിനെ ആരോഗ്യം നേടിയെടുക്കാൻ സാധ്യമാക്കുന്ന മേഖലയാണ് വെൽനസ് പറയുന്നത്. അപ്പോൾ വെൽനസ് ഉൽപ്പന്നങ്ങൾ കൂടി നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിച്ചാൽ ഇത് വളരെ എളുപ്പമായി മാറുന്നുണ്ടാവും. അപ്പോൾ ആ വെൽനസ് മേഖലയിൽ ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട്. ഐഫോൺ, സാംസങ്, വിവോ, ഓപ്പോ, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട്. നമ്മളൊരു കൺവീനിയന്റ് ബ്രാൻഡാണ് നമ്മൾ വാങ്ങിച്ചു ഉപയോഗിക്കുന്നത്. അതേപോലെ വെൽനസ് മേഖലയിലും ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ലക്കസ്റ്റ് ആയിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡ് ഉണ്ട്. ഇന്ന് ഒരുപാട് ബ്രാൻഡുകളിൽ കണക്ട് ചെയ്തെങ്കിൽ കൂടി അതിൽ നിന്നെല്ലാം ബെസ്റ്റ് ആയിട്ട് എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിന്റെ ഉൽപ്പന്നങ്ങളാണ് ഞാൻ എന്ത് ചെയ്തത്, എന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട്. ഇപ്പൊ ഞാൻ ബോൺ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു അലൈൻമെന്റ് സെറ്റിംഗ് തെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, പിന്നെയും തുടങ്ങും, പിന്നെയും വരും. പക്ഷെ ഞാൻ അവിടെ അവർക്ക് ശരിയായ രീതിയിൽ ആ പോഷകങ്ങളെ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുകൂടിയും ചെയ്തോടുകൂടി എന്ത് ചെയ്ത് വന്ന ആളുകൾ പിന്നെ ഈ ഭാഗത്തേക്ക് ഇല്ല എന്നുള്ളതായി. 1-2 തവണ വന്ന ആളുകൾ പിന്നെ ഇന്ന് ആരോഗ്യത്തോടെ പോകുന്ന കണ്ടീഷനിലേക്ക് എത്തി. അപ്പൊ അതെന്ത് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. അതിനെന്നെ സപ്പോർട്ട് ചെയ്തത്
ഈ ഒരു പ്ലാറ്റ്ഫോമാണ്, ഈ ഒരു ഓർഗനൈസേഷൻ ഇതിന്റെ ട്രെയിനിങ്ങും മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെയാണ് എന്നെ കണക്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും അത്തരത്തിൽ മാറാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കണക്ട് ചെയ്ത മേഖല, ഞാൻ ഒരുപാട് മേഖലയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കണക്ട് ചെയ്തത് ഇന്ന് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ ബ്രാൻഡിനായിട്ടാണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത്. ആ ബ്രാൻഡിന്റെ പേര് വെസ്റ്റീജ് എന്നാണ്, വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ പല US കമ്പനികളായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല പ്രൊഡക്റ്റുകളായിരുന്നു, പക്ഷെ എനിക്ക് അഫോർഡബിൾ ആയിരുന്നില്ല, പ്രൈസ് എനിക്ക് അഫോർഡബിൾ ആയിരുന്നില്ല. പക്ഷെ ഇവിടെ വെസ്റ്റീജിനെ സംബന്ധിച്ച് എന്താണ്, റിസർച്ച് ഓറിയന്റഡ് പ്രൊഡക്റ്റ്, റിസൾട്ട് ബേസ്ഡ് പ്രൊഡക്റ്റ്, അഫോർഡബിൾ പ്രൈസ്, ബെസ്റ്റ് അബ്സോർബേഷൻ കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് നമുക്ക് ലൈഫ് ലോങ് എന്ത് ചെയ്യാം, സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഇന്ന് വെസ്റ്റ് ചെയ്ത് തരുന്നത്. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ആരോഗ്യം നേടിയെടുക്കാനും ആരോഗ്യമുള്ള ഒരു വ്യക്തി നഷ്ടപ്പെടാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ബോഡീനെ ആൽക്കലൈസ് ചെയ്യണം. അതിന് നമുക്ക് വെസ്റ്റ് ചെയ്ത് തരുന്ന ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് CMD, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. 84 മിനറൽസിന്റെ ആ ഒരു കോൺസെൻട്രേറ്റർ ആണ് ഇത്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയെ പെട്ടെന്ന് നമുക്ക് ആൽക്കലൈസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. അവിടെ മുതൽ നമ്മൾ ആ പ്രശ്നങ്ങളെ നമുക്ക് അവിടെ നിന്ന് അതിജീവിക്കാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ബാക്കി കോമ്പിനേഷൻ പ്രൊഡക്റ്റ് കൂടി കൊടുത്താൽ എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ആരോഗ്യം നമുക്ക് നമ്മളെ കൈപ്പിടി ഒതുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നമ്മളെ മനസ്സാഗ്രഹിച്ചോ നമ്മളെ ശരീരത്തിൽ നമുക്ക് എത്തിക്കാനും എങ്ങനെ മൂവ് ചെയ്യുന്ന ആഗ്രഹിച്ചോ നമുക്ക് പോകാനൊക്കെ സാധിക്കുന്നുണ്ടാവും. ഇപ്പൊ പല ആളുകളും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്ത് ചെയ്യുന്നത് വളരെ ത്രില്ലിംഗ് ആയ കാര്യം, നല്ല മനസ്സമാധാനം കിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടെ അതിന്റെ സ്റ്റെപ്പ് കയറിപ്പോയി അവിടെ എത്തുന്ന സമയത്ത് മുട്ട് ഉഴിഞ്ഞ് നിൽക്കണ തന്നെ ആ വേദനയും കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ട സുഖം കിട്ടുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഇത്തരത്തില് പള്ളിയിലൊക്കെ കസേരട്ട് നിസ്കരിച്ചിരുന്ന ആളുകളൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ട് പോയി നേരത്തെ നിസ്കരിക്കുന്നുണ്ട്. അവരെ ജോയിന്റിന്റെ ഹെൽത്ത് അവർ പെർഫെക്റ്റ് ആക്കിക്കൊണ്ട്. പല തീരെ സർജറി വേണമെന്ന് പറഞ്ഞ ആളുകൾ വരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ ആരും അസുഖം മാറ്റിയിട്ടില്ല, അവർക്ക് ആരോഗ്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിന്റെ കൂടെ പറഞ്ഞു കൊടുത്തു, അവരത് ഫോളോ ചെയ്തു. അവരെ ആരോഗ്യം ഉണ്ടാക്കേണ്ട റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുത്തു ചെയ്തു എന്നുള്ളതുള്ളൂ. അപ്പൊ വെസ്റ്റീജിന്റെ പ്രോഡക്റ്റുകൾ എന്തുകൊണ്ട് ഇത്തരം പ്ലാറ്റ്ഫോമിൽ ഇവിടെ പരസ്യമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതുമായി ഉപയോഗിച്ച ആളുകൾ അവർ ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ആ CMD നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇതിൽ 84 മിനറൽസ് ഉള്ളത് എന്ത് ചെയ്യും, പല ഇലക്ട്രോലൈറ്റ് പറഞ്ഞല്ലോ, ഹാർട്ടും ബ്രെയിനും ഒക്കെ വർക്ക് ചെയ്യുന്നത്, ആ ഇലക്ട്രോലൈറ്റ് കൂടി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു സൂപ്പർ പവർഫുൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഞാൻ എന്റെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിനുശേഷം ബാക്കി പ്രൊഡക്ട്സിലേക്ക് നമുക്ക് കടക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ, ക്ലാസ് കാണുന്നുണ്ടല്ലോ, ഓക്കെ അല്ലേ? ഞാനൊരു ഇതിലേക്ക് വെള്ളം എടുക്കുന്നുണ്ട്, വെള്ളം എടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് pH സൊല്യൂഷൻ ആണ്. ഇത് പച്ചവെള്ളമാണ്. ഈ പച്ചവെള്ളത്തിൽ നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസ് ഉണ്ടെങ്കിൽ നമ്മളെ ആൽക്കലീന്റെ ആ ഒരു സ്ട്രക്ചർ, നീല നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ഗ്രാഫിൽ, ആ ഒരു നീല കളറാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഈ pH സൊല്യൂഷൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. എന്ത് കളറാണ്, ആൽക്കലി ആണോ ആസിഡ് ആണോ? ആസിഡ് ആണ്. അപ്പൊ ഇതിൽ വേണ്ട മിനറൽസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ കുടിക്കുന്നത് പച്ചവെള്ളമാവും, പക്ഷെ ശരീരം ഇത് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങൾ എന്നും സോഡിയം പെപ്സി ഒക്കെ കുടിക്കുന്നുണ്ടോ, 7up കുടിക്കുന്നുണ്ടോ, അതേപോലെ ബോഡി കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തത് എടുക്കുകയാണ്, ഇത് 7up ആണ്. ഞാൻ 7up ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ ഇതിലേക്കും pH സൊല്യൂഷൻ ആഡ് ചെയ്യാണ്. ഇതെന്താണ്, ഹൈലി ആസിഡ് ആണ്, കാരണം ഇത് കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ്. നമ്മളെ ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടേണ്ട ടോക്സിൻ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് കാർബണേറ്റഡ് ആയിട്ട് അടിച്ചു കയറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സാധനത്തിൽ എല്ല് കുറച്ച് സമയം ഇട്ട് വെച്ചാൽ എന്ത് സംഭവിക്കും, ആ എല്ല് ദ്രവിച്ചു പോകും. കാരണം അതിലുള്ളതൊക്കെ ഇത് സാധനം വലിച്ചെടുക്കും. ഇതന്നെയല്ലേ നമ്മളെ ബ്ലഡിലും അസിഡിക് ആയാൽ എന്ത് ചെയ്യും, ആ എല്ലിന്നും ജോയിന്റിൽ നിന്നൊക്കെ ഈ സാധനം വലിച്ചെടുത്തോണ്ടിരിക്കും ബാലൻസ് ചെയ്യാൻ, എല്ലിൽ ബ്ലഡിൽ ഓക്സിജൻ ഇല്ലാതാകുമ്പോൾ. ഇതന്നെയാണ് ഇന്നത്തെ ആരോഗ്യ പ്രശ്നങ്ങളെ റൂട്ട് കോസ്. അവിടെയാണ് നമുക്ക് വെസ്റ്റീജ് തരുന്ന എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് CMD എന്നുള്ള പ്രൊഡക്റ്റ്, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. ഇതിൽ മിനറൽസ് ഇല്ല, നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് മിനറൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്തായി, അത് ആൽക്കലിയായി. ഇവിടെയാണ് നമ്മൾ ആ ഫസ്റ്റ് ആരോഗ്യം പരിപാലിക്കേണ്ടത്. ഇനി ഇത് ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് കൂടിയാണ്.
അത് ഞാൻ എങ്ങനെയാന്നുള്ള ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു ക്ലാസ്സിൽ കൂടി വെള്ളം എടുക്കുന്നുണ്ട്. ബൾബ് കാണാനുണ്ടല്ലോ അല്ലെ? കത്തുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഇനി ഞാൻ ഈ 7-Up ആവശ്യം മിനറൽസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ബൾബ് പ്രകാശിക്കണം. ഓക്കെ. ഓക്കെ, ഞാൻ ഈ ഒരു ഇതിലേക്ക് ഡിപ്പ് ചെയ്യാണത്. എന്താണ്? കത്തുന്നുണ്ടോ? ഇനി ഞാൻ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാണ്. എന്താണ്? കത്തുന്നില്ല. ഇനി ഞാൻ ഈ CMD ആഡ് ചെയ്ത വെള്ളത്തിലേക്ക് കണക്ട് ചെയ്യാണ്. എന്താ സംഭവിച്ചത്? കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇനി നമ്മള് ഇത്തരത്തില് ആ നല്ല ആരോഗ്യം നമ്മൾ പരിപാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ നമ്മൾ കുടിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാം. ഇപ്പൊ നല്ല ബോഡിയാണ്, നമ്മൾ ആ ബോഡിയിലേക്ക് ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ കൊടുത്താൽ എന്താ സംഭവിക്കുക? എന്താക്കി? അതിനെ അസിഡിക് ആക്കി. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ കുട്ടികൾ കരയുമ്പോൾ എന്ത് ചെയ്യും? കരച്ചിൽ മാറാൻ വേണ്ടി മേടിച്ചു കൊടുക്കും. അവരെ കരച്ചിൽ അവിടെ മാറും. കുറച്ചു കഴിഞ്ഞാൽ ആര് കരയിൽ തുടങ്ങും? മാതാപിതാക്കൾ അവർക്ക് വന്ന പല അനാരോഗ്യം ബേസ് ചെയ്ത് കരയിൽ തുടങ്ങും. ഇവിടെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ CMD എന്നുള്ളത് നമ്മളെ ഇന്നത്തെ ജീവിത രീതിയിൽ വളരെ വളരെ അനിവാര്യമായ ഒരു പ്രോഡക്റ്റ് ആണ്. അതില്ലാതെ നമ്മൾക്ക് ആരോഗ്യത്തെ കുറിച്ചൊരു ടോക്ക് അവിടെ ഇല്ല. അതാണ് അടിസ്ഥാനം. അതോടൊപ്പം പിന്നെ നമ്മളെ എല്ലുകൾ ശരിയായ രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത് 3 സെല്ലുകൾ ഉണ്ട് എല്ലുകൾക്ക്. ആ 3 സെല്ലുകളും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്താൽ എല്ലുകൾ എന്ത് ചെയ്യണം? അതിന്റെ ദൃഢ നിലനിർത്താനും എല്ലുകളിലുള്ള കോശങ്ങൾ എന്ത് ചെയ്യണം? എല്ലുകളിലുള്ള കോശങ്ങൾ ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ബാലൻസ് ചെയ്യാനൊക്കെ എന്ത് വേണം? പ്രോട്ടീൻ വേണം നമുക്ക്. അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വെസ്റ്റീജ് നമുക്ക് തരുന്ന പ്രോട്ടീൻ പൗഡർ. കാരണം ഒരു കോശം ആരോഗ്യത്തോടെ ഉണ്ടാവണമെങ്കിൽ 22 അമിനോ ആസിഡ് വേണം. ആ അമിനോ ആസിഡ് കറക്റ്റ് ലെവലിൽ സ്കോർ ചെയ്തിട്ടുള്ളതാണ് ഏത്? നമ്മുടെ വെസ്റ്റീജിന്റെ പ്രോട്ടീൻ പൗഡർ. ഇന്ന് മാർക്കറ്റിൽ പല ബ്രാൻഡുകൾ പ്രോട്ടീൻ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് അമിനോ ആസിഡുകളാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മൾ ഒരു പ്രോട്ടീൻ പൗഡറിന് വില ഉണ്ട്. നമ്മൾ പ്രോട്ടീൻ ആണ് വില കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ ചീപ്പാണ്. ഏറ്റവും ബെസ്റ്റ് അബ്സോർബേഷൻ ഉള്ള ബെസ്റ്റ് ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. മറ്റ് പല ബ്രാൻഡുകൾ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട്. എൻഷുർ ആയിക്കോട്ടെ, സക്ടീൻ ആയിക്കോട്ടെ, പ്രോട്ടീൻ എക്സ് ആയിക്കോട്ടെ, അങ്ങനെ പല ബ്രാൻഡുകളും ഉണ്ട്. ആ പ്രോട്ടീന് അതിലടങ്ങിയുള്ള പ്രോട്ടീൻ 35%, 40% ഒക്കെ ഉള്ളൂ. നമ്മളിതിൽ 82 84 ഗ്രാം വരെ പ്രോട്ടീനാണ് 100 ഗ്രാമിൽ. അത് മാത്രമല്ല ഇതിന്റെ അബ്സോർബേഷൻ റേഷ്യോ ഹൈ ആണ്. മറ്റുള്ളതൊക്കെ ഈ കോമ്പിനേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അബ്സോർബേഷൻ റേഷ്യോ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, 100 ഗ്രാമിൽ 35 ഗ്രാം ആണെങ്കിൽ 270 ഗ്രാം കിട്ടും. നമ്മളതോ 84 ഗ്രാം ആയതുകൊണ്ട് 200 ഗ്രാം 160 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അത് മാത്രമല്ല ഈ ഒരു 70 ഗ്രാം 35% അബ്സോർബേഷൻ റേഷ്യോ കൂട്ടാൻ കിട്ടുന്നത് വളരെ തുച്ഛമാണ്. നമ്മളതോ 90% പ്ലസ് അബ്സോർബേഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും? മാക്സിമം നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു 35% അബ്സോർബ് ചെയ്ത് കിട്ടുന്നതിന് അതിന്റെ വില ചിലപ്പോൾ 350 400 ഒക്കെ ആവും. നിങ്ങൾ അതൊരു പ്രോട്ടീനെ വെച്ച് അരിച്ചും കുടിച്ച് നോക്കിയാൽ ഒരു പ്രോട്ടീന് ഒരു 20 റുപ്യന്റെ കൂടുതൽ വില ഉണ്ടാവും 1 ഗ്രാം പ്രോട്ടീന്. പക്ഷെ വെസ്റ്റേജ് പ്രോട്ടീൻ കൂടെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു 6 രൂപ 7 രൂപയ്ക്ക് ചെലവ് വരുള്ളൂ. മാക്സിമം 10 രൂപന്റെ താഴെ വരുള്ളൂ. എന്നാൽ നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റോ ബെസ്റ്റ് ആണ്. ഇനി കോമ്പിനേഷൻ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പ്രോട്ടീൻ കഴിച്ചാലും ബോഡി അതെന്ത് ചെയ്യും? പല രീതിയിൽ ഫാറ്റ് ആയിട്ടൊക്കെ ഡെപ്പോസിറ്റ് എടുക്കുക ചെയ്യുക. ഇന്ന് മാർക്കറ്റിലെ പല പ്രോട്ടീൻ പൗഡറിലും പല രീതിയിലുള്ള കെമിക്കലുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉപയോഗിക്കാൻ പറ്റിയ നന്നായി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം?
കണ്ണും പൂട്ടി നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയാണ് വെസ്റ്റീജ് പ്രോട്ടീൻ പൗഡർ. ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് കാൽസ്യം, നമ്മളെ എല്ലുകൾ ആരോഗ്യം ശരിയായ രീതിയിൽ. അപ്പൊ പ്രോട്ടീൻ സെല്ലുകൾ എന്ത് ചെയ്യും, ശരിയായ രീതിയിൽ ആ ഒരു പ്രോട്ടീൻ ഒക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മൾ CMD അയച്ചു, ഇത് കറക്റ്റ് ചെയ്തു, അത് അവിടെ ബിൽഡ് ചെയ്യപ്പെട്ടു. ആ എല്ലുകളെ എന്ത് ചെയ്യണം, കാൽസ്യം നമ്മള് CMDയിൽ റിച്ച് മാഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, കാൽസ്യത്തിന്റെ മെറ്റബോളിസം നടക്കണമെങ്കിൽ മാഗ്നീഷ്യം വേണം. നമ്മളെ കാൽസ്യത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഇത് വൈറ്റമിൻ ഡി കൂടി റിച്ച് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ പ്രോസസ് ചെയ്ത സാധനം എന്ത് ചെയ്യണം, എല്ലിലേക്ക് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കണം. അത് സ്ട്രോങ് ആയി നിലനിൽക്കണമെങ്കിൽ വിറ്റാമിൻ ഡി വേണം. നമ്മുടെ ഇതിൽ വിറ്റാമിൻ ഡി കൂടി ഉണ്ട്. അപ്പോൾ എല്ലുകൾ ആരോഗ്യത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു 3 പ്രോഡക്ട്സ് കൊടുത്തിട്ട് തന്നെ എല്ല് പൊട്ടിയിട്ട് കൂടാത്ത ഒരു വ്യക്തി എങ്ങനെ നോക്കിയിട്ട് എല്ല് കൂടുന്നില്ല. ഈ ഒരു കോമ്പിനേഷനാണ് ഉപയോഗിച്ചോട് കൂടി 12ാം ദിവസം എല്ല് കൂടി, അത് പെർഫെക്റ്റ് ആയി. കാരണം ആ ഒരു കറക്റ്റ് കോമ്പിനേഷൻ അവിടെ കിട്ടിയോട് കൂടി എന്ത് ചെയ്തു, സംഗതി ഓക്കെ ആയി. നെക്സ്റ്റ് നമ്മുടെ ജോയിന്റ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് കാർട്ടിലേജിന് പ്രശ്നങ്ങൾ വന്നാൽ, നമ്മളെ തരുണാത്തിക്ക് പ്രശ്നം വന്നാൽ നമുക്ക് വെസ്റ്റ് തരുന്ന എക്സലന്റ് പ്രൊഡക്റ്റ് ആണ് ഗ്ലൂക്കോസാമിൻ. നമ്മളെ ഏറ്റവും കൂടുതൽ പ്രൗഡാണ്, നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഇന്നലെ നമുക്ക് ഗ്ലൂക്കോസാമിൻ എന്ത് ചെയ്തു, വെജും കൂടി നമുക്ക് ലോഞ്ച് ചെയ്തു. ഇതുവരെ നമുക്ക് നോൺ വെജ് സോഴ്സ് ഉണ്ടായിരുന്നത്. ഒന്നുകൂടി ബെറ്റർ അബ്സോർബേഷനും ബെറ്റർ റിസൾട്ടിനും കൂടി നമുക്ക് വെജ് കൊളസ്ട്രോൾ കൂടി നമുക്ക് ഗ്ലൂക്കോസാമിനും കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഗ്ലൂക്കോസാമിൻ വെജിൽ വരുന്നത് കോൺട്രിബ്യൂട്ടിൻ ആണ്. നമ്മളെ ഈ ഒരു ബെസ്റ്റ് അബ്സോർബേഷനും ബെസ്റ്റ് റിസൾട്ടും കിട്ടാൻ കോൺട്രിബ്യൂട്ടിൻ ഫോം ആണ് ഏറ്റവും നല്ലത്. നമ്മളെ വെസ്റ്റ് ഗ്ലൂക്കോസാമിൻ അതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ജോയിന്റ് പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ആ റിസൾട്ട് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഇനി വെജ് ഗ്ലൂക്കോസാമിനും കിട്ടിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, കാത്തിരുന്ന് നമുക്ക് കാണാം. ഞാനും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ശരിയായ രീതിയിൽ എല്ലിന്റെ ബിൽഡപ്പിന് വേണ്ട മറ്റൊരു കാര്യം, അതോടൊപ്പം തന്നെ ഫ്ലൂയിഡും നമ്മളെ തരുണാസ്ഥിന്റെ എല്ലാ ബിൽഡിങ്ങിനും നമ്മുടെ ഡിസ്കിന്റെ ഒക്കെ ഹെൽത്തിന് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കൊളാജൻ. കൊളാജൻ എന്ന് പറയുന്നത് പല ആളുകൾക്കും ബ്യൂട്ടി വൈറ്റമിൻ ആയിട്ടൊക്കെയാണ് അത് വിലയിരുത്തുക. അത് ഒരു നല്ലതാണ്, ബ്യൂട്ടി നമ്മൾ നിലനിർത്തുന്നുണ്ട്. കാരണം നമ്മളെ ഈ ഒരു കോശങ്ങൾ കൂടിയിട്ട് എന്ത് നിൽക്കുന്നുണ്ട്, ഇതിനെ ശരിയായ രീതിയിൽ ടൈറ്റൻ ചെയ്ത് നിലനിർത്താൻ കൊളാജൻ വേണം. നമ്മളെ സ്കിന്നുകളൊക്കെ കോശങ്ങൾ അത് ടൈറ്റായി നിർത്തുമ്പോഴാണ് നമ്മൾ ആ ബ്യൂട്ടി കറക്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊരു കോട്ടൺ തുണി അലക്കിയെടുത്താൽ കുഴഞ്ഞിട്ടാവും, അതിൽ കഞ്ഞി മുക്കിയാൽ എങ്ങനെ ഉണ്ടാവും, നല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കും. കൊളാജൻ നമ്മളെ സ്കിന്നിനൊക്കെ ആ ലെവലിലേക്ക് മാനേജ് ചെയ്യും. അവിടെയാണ് അത് ബ്യൂട്ടി ആയിട്ട് കണക്ട് ചെയ്യുന്നത് പല സിനിമാ താരങ്ങളും. പക്ഷെ നമ്മൾക്ക് ഇവിടെ നമ്മൾ എന്താണ്, ആ ജോയിന്റ് ഹെൽത്തിനെ, എല്ലുകളുടെ ആരോഗ്യം, തരുണാസ്ഥിയുടെ ആരോഗ്യം, ഫ്ലൂയിഡ്, ലിഗമെന്റ്, എല്ലാത്തിന്റെ ആരോഗ്യത്തിനും കൊളാജൻ വേണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ടീവ് ആണ്. CMD ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, കാൽസ്യം ആയിക്കോട്ടെ, ഗ്ലൂക്കോസാമിൻ ആയിക്കോട്ടെ, കൊളാജനും. നമുക്ക് ഇവിടെ വെസ്റ്റ് നമുക്ക് 2 കൊളാജൻ തരുന്നുണ്ട്, വെജ് കൊളാജനും നോൺ വെജ് കൊളാജനും. രണ്ടും ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഞാനിപ്പോ ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കൊളാജൻ, വെജ് കൊളാജൻ കലക്കി കഴിച്ചിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് എന്റെ കയ്യിനൊക്കെ ഒരു മൂവ്മെന്റ് ഉഷാറാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്ട്സ് കൂടി നമുക്ക് അതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തതാണ് നമ്മളെ കുർക്കുമിൻ സപ്ലിമെന്റ്. മഞ്ഞളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കഴിഞ്ഞ മഞ്ചേരിയുള്ള മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുർക്കുമിന് ജോയിന്റ് ഹെൽത്തിന് നല്ലതാണെന്ന് കണ്ടെത്തി പ്രബന്ധമൊക്കെ അവതരിപ്പിച്ച് എന്തൊക്കെ അവാർഡ് കിട്ടിയിരുന്നു. പക്ഷെ വെസ്റ്റീജ് ഇത് മനസ്സിലാക്കി വർഷങ്ങളായിട്ട് ഈ ഒരു കുർക്കുമിൻ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ഒരുപാട് റിസൾട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഒന്ന് നമുക്കറിയാം, നമ്മളെ ബോഡിയിലുള്ള നീർക്കെട്ടുകൾ കുറയ്ക്കാനും നമ്മളെ നല്ല രീതിയിലുള്ള കാർട്ടിലേജിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്കും ഫ്ലൂയിഡ് ക്രിയേഷൻ എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സപ്പോർട്ടീവാണ്. അതിന്റെ കോമ്പിനേഷൻ കറക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഡീറ്റോക്സിക്കേറ്റർ ആണ്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നല്ല സെല്ലുകളെ ബിൽഡ് ചെയ്യാനും എല്ലാത്തിനും സപ്പോർട്ടീവ് വിലക്കാരൻ. ഞാൻ കൂടുതലേക്ക് പോകുന്നില്ല. നിങ്ങൾ ആ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ചും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒന്ന് പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ChatGPT-നോടും ഇതിനോടൊക്കെ ചോദിച്ചു നോക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. ഞാൻ അതിലേക്ക് പോയി സമയം കളയുന്നില്ല. നെക്സ്റ്റ് വൈറ്റമിൻ ഡി. നമുക്ക് വെയിലിൽ നിന്നൊക്കെ കിട്ടുന്നത് മുട്ടയുടെ മഞ്ഞക്കരു ഇതൊക്കെ ഈ ചീസിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് വെയിലുള്ളുന്നില്ല, അതൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വൈറ്റമിൻ ഡി വളരെ കുറവാണ്. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ പോഷകത്തിനും ഒന്നിലധികം ഫംഗ്ഷനുകൾ ഉണ്ട്. ഇപ്പൊ വൈറ്റമിൻ ഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളെ മൂഡ് സ്വിങ് ഇപ്പൊ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്, ഇത് വൈറ്റമിൻ ഡി പറഞ്ഞാൽ എല്ലിന്റെ ശക്തി കൂട്ടുന്നതാണ്. ടോപ്പസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് വൈറ്റമിൻ ഡി. ഇന്ന് കോവിഡ് വന്ന് മരിച്ച ആളുകളെ സംബന്ധിച്ച് മരിച്ച ആളുകൾക്ക് മെജോറിറ്റിയും വൈറ്റമിൻ ഡി കുറവായിരുന്നു. അത് അത്യാവശ്യം ബോഡിയിൽ ബാലൻസ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് അതിജീവിച്ചിട്ടുണ്ട്. നമ്മളെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ഒരു 30% നമ്മൾ മാനേജ് ചെയ്താൽ നമ്മളെ എല്ലുകളും ജോയിന്റുകളും ഒക്കെ ഹെൽത്തി ആയിരിക്കും. ഇപ്പൊ വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നട്ടെല്ല് വേദനയും പ്രശ്നങ്ങളൊക്കെ വരും. അവർക്ക് ഈ വൈറ്റമിൻ ഡി കുറയുന്നതുകൊണ്ട് അടുത്ത റിസൾട്ട് കിട്ടും. അതൊരു 60% ആയാലോ നമ്മൾ ടോട്ടൽ ഇമ്മ്യൂണിറ്റിനെ അത് ബൂസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും.
അത് മാക്സിമത്തിലേക്ക് നമുക്ക് പിടിക്കാൻ പറ്റിയാലോ ഓവറോൾ ഹെൽത്തിനെ അത് പ്രൊട്ടക്ട് ചെയ്യും. നമ്മളെ ബ്രെയിൻ ഹെൽത്തും മുടി കൊഴിച്ചിലും നമ്മളെ ഡിപ്രഷനും ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. മൂഡ് സ്വിംഗ് ഒക്കെ റെഗുലേറ്റ് ഉണ്ടാവും. നമ്മളെ മുടി കൊഴിച്ചിൽ, ടെൻഷൻ, ആങ്സൈറ്റി ഒക്കെ ഉറക്കം കറക്റ്റ് ആക്കുന്നുണ്ടാവും. നമ്മളെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. നമ്മളെ ഞരമ്പുകളുടെ രക്തം ഓടുന്നതിന് ഇത് സപ്പോർട്ടീവ് ആണ്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അതൊക്കെ മാക്സിമം നിങ്ങൾ അറിവുണ്ടാക്കി എന്ത് ചെയ്യുക, അത് അറിവ് നിങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾ ഈ സാധനം മേടിച്ച് ഉപയോഗിക്കും. അത് നിങ്ങൾ ആരോഗ്യം നിങ്ങൾ ഉണ്ടാക്കുന്ന അത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അതിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ പ്രൊഡക്റ്റുകളൊക്കെ വേണമെന്ന് വെച്ചാൽ കുറെ കാലപ്പഴക്കം ചെന്നിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു കോമ്പിനേഷൻ കൊടുത്താലേ ഇപ്പം പ്രോപ്പർ ആയിട്ട് റിസൾട്ട് കിട്ടുള്ളൂ. തുടക്കക്കാരെ സംബന്ധിച്ച് എന്ത് ചെയ്യാം, ചിലപ്പം ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട ഒന്ന് ഒമേഗ 3, അതിന് നമുക്ക് എക്സലന്റ് പ്രൊഡക്റ്റ് ഫ്ലാക്സ് ഓയിൽ ഉണ്ട്, അതോടൊപ്പം krill oil ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ സൈനോൾ ഫ്ലൂയിഡിഗ്രേഷൻ ഇതിനൊക്കെ നമ്മൾ സപ്പോർട്ടീവ് ആണ്. നീർക്കെട്ട് കുറയാനും ബ്ലഡ് വെസലിൽ ബ്ലഡ് എത്താനും ഇതിനൊക്കെ ഒരുപാട് സപ്പോർട്ടീവ് ആണ് നമ്മളെ ഫ്ലാക്സ് ഓയിൽ അല്ല krill oil. ഇതിൽ ഏതെങ്കിലും ഒക്കെ നമ്മൾ അതിന്റെ കൂടെ കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര പ്രശ്നങ്ങൾ നമ്മൾ ബെസ്റ്റ് റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ്, മിതമായ വ്യായാമം നമ്മൾ ചെയ്യണം. അതോടൊപ്പം ഉറക്കം നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെയാണ് ഈ ആരോഗ്യം നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഭക്ഷണം ശ്രദ്ധിക്കണം, ഉറക്കം ശ്രദ്ധിക്കണം, വ്യായാമം ചെയ്യണം, ടെൻഷൻ ഒഴിവാക്കണം. ഈ 4 കാര്യങ്ങളെ കോമ്പിനേഷനാണ് നമ്മളെ ആരോഗ്യം. ഇന്ന് ഇത് എല്ലാം നേരെ തല തിരിഞ്ഞു കിടക്കുകയാണ്. നമ്മളിത് കറക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. ഡോക്ടേഴ്സ് പറയുന്നത് ഭക്ഷണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാണ്. ഒരു പ്രമേഹ രോഗിയോട് ഭക്ഷണം ശ്രദ്ധിക്കണം എന്ന് പറയും. എന്താണ്, ചോറ് ഒഴിവാക്കണം, പഞ്ചസാര കുറയ്ക്കണം എന്നൊക്കെ, ഇതൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറയും. അതെന്തിനാണ്? പ്രശ്നം മാറാനാണ്, കൂടാതിരിക്കാനാണ്. കൂടാതിരിക്കാനാണ്. അലർജിയുള്ള ആളുകളോട് പല ഫുഡുകൾ ഒഴിവാക്കാൻ പറയും. അത് പ്രശ്നം മാറാനോ കൂടാതിരിക്കാനാണോ വെച്ചാൽ കൂടാതിരിക്കാനാണ്. അത് മാറാൻ എന്ത് ചെയ്യണം, ആ ഫുഡിലൂടെ ബോഡി ശരിയായ രീതിയിൽ ആരോഗ്യത്തിലേക്ക് എത്താനുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു സപ്ലിമെന്റിലൂടെ കണക്ട് ചെയ്യുന്ന എന്താണ്, അത് പ്രോപ്പർ ആക്കാണ് ആ ഫുഡിനെ. അപ്പൊ നമ്മൾ ആ ഭക്ഷണം കറക്റ്റ് ചെയ്യുന്നതോടുകൂടി ഫുഡ് ഈസ് ദ മെഡിസിൻ എന്ന് പറയും. ഭക്ഷണമാണ് ഔഷധം. ഭക്ഷണം ഔഷധം പോലുള്ളതാണെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ട എന്നാണ് പ്രമാണം. ശരിയാണോ വെച്ചാൽ ശരിയാണ്. പല ആളുകളും തോന്നുന്നുണ്ടാവും മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ട പറഞ്ഞാല് ഒരു പിടി ഗുളിക കുടിക്കുകയാണോന്ന്. ഞാൻ അദ്ദേഹത്തോട് ഹെൽത്ത് സെമിനാർ ചെയ്ത സമയത്ത് അവിടെ ഒരു 35 വയസ്സുള്ള ആളുണ്ടായിരുന്നു. അയാൾ സാറ് പറഞ്ഞ് ശരിയാണ്, ഞാനൊരു നേരം കുടിക്കുന്നത് 13 ഗുളികയെന്ന്. പിന്നെ വീട്ടുകാർ ചോദിക്കും പിന്നെ എന്തിനാ ചോറ് കഴിക്കണമെന്നൊക്കെ. അയാളെ ധാരണ പോയത് അങ്ങണ്ടാണ്. പക്ഷെ അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ശരീരം എന്ന് പറഞ്ഞാൽ കുറെ പ്രവർത്തനങ്ങളെ കൂട്ടായ്മയാണ്. ഇതൊക്കെ നടത്തുന്ന ഓരോ അവയവങ്ങളാണ്. അപ്പൊ ഈ അവയവങ്ങളെ പണിക്കാരാണ് സങ്കല്പിക്കുക. നമ്മൾ ഓരോരുത്തരും പണിയെടുക്കുന്നത് പൈസ ഇട്ടാണല്ലേ, എന്നാലല്ലേ നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ. കുടുംബത്തിന്റെ കാര്യങ്ങളും നമ്മൾ പണിയെടുക്കുന്നുണ്ട്, പൈസ ഇട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കുവോ? ഇല്ല, പണി മുടക്കും. ഇതേപോലെ നമ്മുടെ ശരീരത്തിലും ഓരോ പണിക്കാരാണ് അവയവങ്ങൾ. അപ്പൊ ഈ അവയവങ്ങൾക്ക് എന്ത് കൊടുക്കണം? പോഷകങ്ങൾ കൊടുക്കണം. പഴമക്കാരെ സംബന്ധിച്ചിട്ട് പട്ടിണി ആണെങ്കിലും കഴിച്ച ഭക്ഷണം പോഷകമായതുകൊണ്ട് പരിപാടി അറിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ കഴിക്കുന്നതിലൂടെ പോഷകമാണോ പോയിസൺ ആണോ? അപ്പൊ ഫുഡ് നമ്മൾ 5ഉം 6ഉം നേരം കഴിക്കുന്നുണ്ടാവാം. പണ്ട് ഫുഡിന് മുട്ടുണ്ടായിരുന്നു, പോഷകത്തിന് മുട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഫുഡിന് മുട്ടില്ല, പോഷകത്തിന് മുട്ടുണ്ട്. നമ്മൾ പറയും ഭിക്ഷ കിട്ടിയില്ലെങ്കിലും പട്ടി കടിക്കാതിരുന്നാൽ മതി എന്നുള്ളത്. പക്ഷെ ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളെ പോഷകം കിട്ടിയില്ലെങ്കിലല്ല, ഈ പോയിസനുകളും കൂടി കയറി വരികയാണ്. ഇവിടെയാണ് പല അനാരോഗ്യத்தைയും നമ്മൾ ഫാസ്റ്റ് ആയിട്ട് എത്തുന്നത്. അപ്പൊ ഈ കുർക്കുമിൻ പ്ലസ് എന്തൊക്കെ കഴിക്കുന്ന സമയത്ത് ബെസ്റ്റ് ഡിറ്റോക്സിക്കേഷൻ കൂടി നമുക്ക് കിട്ടുന്നുണ്ടാവും. ആ ടോക്സിനുകളെ റിമൂവ് ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടീവ് ആണ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ കാലപ്പഴങ്ങുന്ന ആളുകൾ എടുക്കാം. അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ഫ്ലാക്സ് ഓയിൽ, ഗ്ലൂക്കോസാമിൻ, കാൽസ്യം, CMD ഒക്കെ ഉപയോഗിച്ച റിസൾട്ട്, വിറ്റാമിൻ ഡി റിസൾട്ട് കിട്ടും. തുടക്കക്കാരെ സംബന്ധിച്ചിട്ട് കുറെ കാലങ്ങളായിട്ട് കൊണ്ടെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. അപ്പൊ നമ്മളെ ചുമരിലൊരു വിള്ളലാണെങ്കിൽ നമ്മൾക്ക് സിമെന്റും വെള്ളവും ചാലിച്ച് പുരട്ടി കൊടുത്താൽ മതി. ശ്രദ്ധക്കുറവ് മൂലം അതൊരു വലിയ ഗ്യാപ്പായി മാറി. പിന്നെ സിമെന്റ് പുരട്ടൽ നടക്കുവോ? ഇല്ല. അവിടെ എന്ത് ചെയ്യണം, കോൺക്രീറ്റ് ഇടണം. മണലും മെറ്റലും സിമെന്റും കല്ലും ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യണം, മുട്ട് വെക്കണം, തട്ട് വെക്കണം. ഇതൊക്കെ വെച്ചാൽ അവിടെ പ്രോപ്പർ സൊല്യൂഷൻ കിട്ടുള്ളൂ. അപ്പൊ കുറെ കാലങ്ങളായിട്ട് ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ട് കോമ്പിനേഷൻ കറക്റ്റ് കൊടുത്താലേ പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ വില ആവുമെങ്കിൽ കൂടിയും അത് പ്രോപ്പർ ആയിട്ട് കൊടുത്താൽ കുറച്ചു കാലം കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നിയ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, കുറെ കാലം ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടൂല. അതിനെന്ത് ചെയ്യണം, റിസൾട്ട് കിട്ടണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എല്ലുകളെ ആരോഗ്യം കൂടി മെച്ചപ്പെടുത്തണം. ഇതുവരെ പറഞ്ഞ നമ്മൾ നട്ടെല്ലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തണം. അത് നഷ്ടപ്പെടാതിരിക്കാനും നേടിയെടുക്കാനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ആ ഒരു ജോയിന്റ് ഹെൽത്ത് നേടിയെടുത്തുകൊണ്ട് ശരിയായ ആരോഗ്യം ആസ്വദിക്കണം. എനിക്ക് CMD കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നമ്മളെ മണിച്ചിത്രത്താഴില് മോഹൻലാലിനെ കാണുമ്പോൾ തിലകം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, തനി രാവണനാണ് 10 തലയാണ് എന്ന്. ശരിയല്ലേ? നമ്മളെ ബോഡിയിൽ എല്ലാ പ്രശ്നങ്ങളും തുടക്കം അസിഡിക്കാണ്. അതിനെ പ്രോപ്പർ ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഏക പ്രൊഡക്റ്റ് സാധനമാണിത്.
പല ആളുകൾക്ക് CMD സൈഡ് എഫക്ട് ഉണ്ടോ? ഏറ്റവും കൂടുതൽ സൈഡ് എഫക്ട് ഉള്ള സാധനമാണ് CMD. കാരണം ഇവിടെ സൈഡ് എഫക്ട് പോസിറ്റീവ് ആണെന്നുള്ളൂ. ഞാൻ ആ പറഞ്ഞ റിസൾട്ടുകളൊക്കെ പോസിറ്റീവാണ്. പക്ഷെ മറ്റ് മരുന്നുകൾ കഴിച്ചാൽ സൈഡ് എഫക്ട് നെഗറ്റീവ് ആണെന്നുള്ളൂ. നമ്മൾ സപ്ലിമെന്റുകൾക്ക് എന്താണ് ഗുണം എന്താണ്? നമ്മൾ ഈ ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം മാത്രമല്ല, ഭാവിയിൽ വരാനുള്ള പ്രശ്നത്തിനെ കൂടി നമുക്ക് മറികടക്കാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ ഈ സാധനങ്ങളൊക്കെ കഴിച്ചു, ഇത് എവിടെ ചെന്ന് നമ്മള് ബ്ലഡിലേക്ക് എത്തണം? ചെറുകുടലില്, ശരിയല്ലേ? അവിടെ എന്ത് വേണം? വേണ്ടപ്പെട്ട ആളുകൾ വേണം. അവിടെയാണ് നമ്മളെ പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് കോംബയോട്ടിക്കിന്റെ പ്രസക്തി വരുന്നത്. ഈ ഒരു കോംബയോട്ടിക് കൂടി നമുക്ക് അതിന്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് നമുക്കൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എല്ലാ പ്രശ്നങ്ങളെ തുടക്കം ഗട്ടുന്നതാണ്. അപ്പൊ അത് നമ്മൾ ശരിയായിട്ട് ബോഡി ആൽക്കലൈസ് ചെയ്താൽ ഗട്ട് ആൽക്കലൈ ചെയ്ത് നമ്മൾ ആ കോംബയോട്ടിക് കൊടുത്താൽ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ എന്ത് കൊടുത്താലും അതിന് റിസൾട്ട് 10 ഇരട്ടി ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ഫൗണ്ടേഷൻ ആയിട്ട് എന്ത് ചെയ്യാം? CMD കോംബയോട്ടിക് കണക്ട് ചെയ്തുകൊണ്ട് ഏത് കൊടുത്താലും നമുക്ക് ഏത് പ്രശ്നങ്ങൾക്കും നമുക്ക് നല്ല റിസൾട്ട് എടുക്കാം. ആരോഗ്യം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാറ്റിയിട്ട് ആ ബോഡിയിൽ ആരോഗ്യം ബിൽഡ് ചെയ്യുക എന്നുള്ള പ്രോസസ് നമുക്ക്. നമ്മളെല്ലാവരും വെൽനസ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇൽനെസ് മേഖലയിലല്ല. ആ ബോഡിയിൽ ആരോഗ്യം ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആ സപ്ലിമെന്റുകളൊന്നും മരുന്നുകളല്ല എന്നുള്ളത് നമ്മൾ ശരിക്കും തിരിച്ചറിയുക. ഇതൊക്കെ ഭക്ഷണം തന്നെ എന്നുള്ളതും തിരിച്ചറിയുക. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ ഓരോരുത്തരും അത് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ശരിയായ രീതിയിൽ ആരോഗ്യമുള്ള എല്ലുകളാണ്, ജോയിന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേദന ഇല്ലാതെ ആരോഗ്യമുള്ള എല്ലുകള്, വേദന ഇല്ലാത്ത ജോയിന്റുകൾ, അതാണ് സന്തോഷമായ ജീവിതത്തിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ അടിത്തറ, ഫൗണ്ടേഷൻ. സ്റ്റേ സ്ട്രോങ് ആയി നിൽക്കാൻ ഇത് വേണം, സ്റ്റേ ആക്റ്റീവായിട്ട് നിലനിൽക്കാൻ അത് വേണം, സ്റ്റേ ഇൻഡിപെൻഡന്റ് ആയി നിലനിൽക്കാനും അത് വേണം. അപ്പൊ നമ്മള് ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ ജോയിന്റ് പെയിനിൽ നിന്നൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം തന്ന് എന്തെന്നാണ്? ഇറങ്ങി നടക്കാനുള്ള പലതും നമുക്ക് സ്വാതന്ത്ര്യം മുക്തി കിട്ടിയിട്ടില്ല, ശരിയല്ലേ? പല പെയിൻ കില്ലർ ആയിട്ടും പല സർജറി ആയിട്ട് ചെയ്തിട്ടും ഇന്ന് പല ആളുകളും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതും നമുക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും. നമ്മൾ അതിന് വെസ്റ്റ് ചെയ്ത് നമുക്ക് തരുന്ന ഈ എക്സലന്റ് പ്രൊഡക്റ്റ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ആ ഒരു ഹെൽത്തി വെൽത്തി കമ്മ്യൂണിറ്റിയെ നമുക്ക് ഒത്തൊരുമിച്ച് ബിൽഡ് ചെയ്യാം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ. അപ്പൊ എനിക്ക് കിട്ടിയ പരിമിതമായ അറിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഓരോരുത്തരും ആരോഗ്യത്തിൽ കാതലായ മാറ്റം വരുത്താൻ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലസ് യു. താങ്ക് യു. എനിക്ക് ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന എല്ലാ ലീഡേഴ്സിനും താങ്ക്സ് അറിയിക്കുന്നു. ഞാനല്ല ഇത് ചെയ്തത്, ദൈവം തമ്പുരാൻ എന്നിലൂടെ ഇത് ചെയ്യപ്പെട്ടതാണ്. ഞാൻ അത് കയറുന്ന സമയത്ത് പ്രാർത്ഥിച്ച ഒറ്റ കാര്യമുള്ളൂ, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കണേന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്റെ കഴിവൊന്നുമല്ല. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ട്രെയിനിങ്ങും പ്രോഗ്രാമുകളൊക്കെ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്ത് നോട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്കും നിങ്ങളെ വേണ്ടപ്പെട്ട കുടുംബങ്ങളിലൊക്കെ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തർക്കും മാറാൻ സാധിക്കുന്നുണ്ടാവും. അതുകൂടി നമ്മൾ ഓരോരുത്തരും ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു RK സർ. വണ്ടർഫുൾ ആയിട്ട് നേരത്തെ ചാറ്റ് ബോക്സ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നമുക്കറിയാം ഈ ഒരു ബോൺ ഹെൽത്തിനെ കുറിച്ച് ഇത്രയും നോളജ് നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അത്രയും കാര്യങ്ങൾ 1.5 മണിക്കൂർ അദ്ദേഹം അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് അതിനോട് കുറെ സപ്ലിമെന്റ്സിനെ പോലും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി കഴിഞ്ഞ മാസം RK സാറിനെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ 2 ദിവസം അദ്ദേഹത്തിന് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്തതും. അത്രയ്ക്കും നോളജോട് കൂടിയാണ് നമുക്ക് ഈ ബോൺ ഹെൽത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിന് താങ്ക് യു. ഒരുപാട് ആൾക്കാർ ചാറ്റ് ബോക്സിൽ നേരത്തെ അതിന്റെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കയറാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. എല്ലാവർക്കും റെക്കോർഡ് സെഷൻ അയച്ചു തരാം, ഒന്നും കൂടി കേൾക്കുക. നമ്മളെല്ലാവരും പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോൺ ഹെൽത്തിനെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ശ്രമിക്കുക. അത്രയ്ക്കും നല്ല പ്രോഡക്റ്റുകൾ വെസ്റ്റേജ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് RK സാറിന്റെ ഈ വണ്ടർഫുൾ സെഷനെ ഒരിക്കൽ കൂടി നമ്മൾ എല്ലാവരുടെയും പേര് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു വെൽ ഗുഡ് നൈറ്റ്.